നമ്മുടെ ദൈവത്തിൻ്റെ സനാതന വചനങ്ങളിലൊന്ന് പ്രാരംഭത്തിൽ പ്രസ്താവിച്ചുകൊണ്ട് ആ വാക്യവുമായി ബന്ധപ്പെട്ട ആത്മീക ചിന്തകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ സഹായം നാം ഒരുമിച്ച് തേടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവെന്ന നല്ല അധ്യാപകൻ നമുക്ക് വേണ്ടും പോലെ അതിൻ്റെ പൊരുളുകൾ വിഭജിച്ച് തരേണ്ടതിന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. വാക്യം ഇങ്ങനെയാണ്: എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വാക്യം കേട്ടിട്ട് ഒരു സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? എവിടെ നിന്നാണെന്ന് മനസ്സിലാകാഞ്ഞുകൊണ്ടാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29-ാമത് വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 29-ാമത് വാക്യമാണ്: എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കൊത്തവണ്ണമാകണം. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ പരിചയമോ ജീവിതാനുഭവങ്ങളോ വിദേശ ബന്ധങ്ങളോ നേടിയിട്ടുള്ള സാമ്പത്തിക ബലമോ ഒന്നുമല്ല നമ്മിൽ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന പരമ്പരകളുടെ പ്രഥമ രാത്രിയിൽ നാം ഒരുമിച്ച് തിരുവചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. എൽ ഷദ്ദായിയുടെ വേദിയിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ ആയിരിക്കാൻ വലിയവനായ ദൈവം സാധ്യമാക്കിയ അനുഗ്രഹിത നിമിഷങ്ങളെ ഓർത്ത് സകല മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ആരാധനയും കർത്താവിൻ്റെ പാതാരബന്ധങ്ങളിൽ ആദരവോടെ ആദ്യമേ തന്നെ ഞാൻ അർപ്പണം ചെയ്യുന്നു. അപ്പോൾ തന്നെ രാജ്യാന്തര തലങ്ങളിൽ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരനിവാര്യത എന്ന നിലയിൽ ദൈവം ഉപയോഗിക്കുന്ന ബഹുമാന്യനും ആദരണീയനും അഭിഷക്തനും എൻ്റെ ആത്മസ്നേഹിതനുമായ പാസ്റ്റർ ടിനു ജോർജ് അവരുകളോടും അദ്ദേഹത്തോടൊപ്പം അതേ ദർശനത്തിൻ്റെ സമാനത പ്രാപിച്ചിട്ടുള്ള അഭിഷക്തരായ ആദരണീയരായ മറ്റെല്ലാ ദൈവദാസന്മാരോടും ഞാൻ പ്രത്യേക വന്ദനമറിയിക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രൊസൈഡ് ചെയ്യുന്ന കർത്തൃദാസന്മാർ, എറണാകുളത്ത് ചേർച്ചിൻ്റെ ബഹുമാന്യ പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ആരാധനാ ഗാനങ്ങൾ പാടി നമ്മെ ആത്മീയ സന്തോഷത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന വാത്സല്യ ടീം അംഗങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി ഇനിയും വേദികളിൽ നിന്ന് വേദികളിലേക്ക് രാജ്യാന്തര തലങ്ങളിൽ ദേശാന്തരമായി പ്രയോജനമാക്കട്ടെ, അഭിഷേകത്തിൻ്റെ നിറവോടെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഈ യോഗസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായി നിങ്ങളെല്ലാവരെയും ഞാൻ ആദരവുകൾ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന, തത്സമയം വീക്ഷിക്കുന്ന, ടൈം സോണുകൾ വ്യത്യസ്തമാണ്. എന്നാൽ പോലും ഈ യോഗത്ത് തത്സമയത്ത് ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ ആദരവുകൾ അറിയിക്കുകയാണ്. പ്രഥമ ദിനത്തിൽ തന്നെ നിങ്ങളുടെ സാന്നിധ്യം കരുത്തു പകരുന്നു, സന്തോഷം നൽകുന്നു. ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവവചനത്തിൻ്റെ വിചിന്തനങ്ങൾ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്കുള്ള താല്പര്യത്തെ ദൈവം ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നൽകി ഞാൻ തിരുവചനത്തിൻ്റെ ധ്യാനങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നും അടുത്ത ദിനങ്ങളിലെല്ലാം തന്നെ ഈ യോഗ പരമ്പരകളിൽ ശുശ്രൂഷിക്കുന്നവരൊക്കെ ദൈവവചനത്തിൽ വളരെ പ്രാവീണ്യമുള്ളവരും വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഉപയോഗിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ വചനത്തിൻ്റെ ബഹുമാന്യ കർത്തൃദാസൻ പറഞ്ഞതുപോലെ പുറത്ത് നല്ല മഴയാണ്, അകത്ത് വചനത്തിൻ്റെ ഒരു മഴ കാലം ദൈവം നമുക്ക് നൽകി തരുകയാണ്. ആരാധനയുടെ നല്ല നിമിഷങ്ങൾ, ഇപ്പോൾ തന്നെ വചനത്തിൻ്റെ ഒരു മാരിയുടെ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരും. ഇന്ന് രാത്രിയിൽ ഞാൻ മുഖവരയായി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ നേരെ വാക്യത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. കാരണം ബഹുത്തായൊരു വിഷയത്തിൻ്റെ വാക്യമാണ് നിങ്ങൾക്ക് തരുവാൻ ദൈവാത്മാവ് എനിക്കെന്ന യാഗം നൽകിയത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇവിടെ മുൻപിലുള്ള പ്രിയപ്പെട്ടവർ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള പ്രിയപ്പെട്ടവരും കൂടെ ഈ യോഗത്തിൽ സജീവമായി തത്സമയം പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തിരുവചനത്തിൻ്റെ കാമ്പും കഴമ്പുമുള്ള ആലോചനകൾക്ക് വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വേണ്ടും പോലെ വചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് പകർന്നു തരുവാൻ, ജീവിതത്തിൻ്റെ സമരമുഖങ്ങളെ വചനം കൊണ്ട് അതിജീവിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരണം. പ്രൈസ് ദി ലോർഡ്.
ആത്മീയത ഉപരിപ്ലവമായി മാത്രം പോകാൻ പാടില്ല. പകരം ദൈവവചനത്തിൻ്റെ വളരെ ശക്തമായ ദൃഢതരമായ ഒരു അടിസ്ഥാനം നമുക്കുണ്ടായി പറ്റുകയുള്ളൂ. കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ വചനത്തിന് മൂല്യം കുറഞ്ഞു പോകുകയും മറ്റു തര നടപടികൾക്ക് മൂല്യമേറുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതൊക്കെ നല്ലതാണ് എന്ന് തോന്നാം. പക്ഷേ പ്രശ്നകലുഷിതമായ ജീവിതായോധനത്തിൽ മുൻപോട്ട് തുഴയുവാൻ കരുത്തില്ലാതെ നമ്മൾ കുഴഞ്ഞു പോകും. പക്ഷെ വചനമകത്തുള്ളവൻ അതിജീവിക്കുവാൻ പ്രാപ്തനായി മാറും. ഏത് പോരുകളെയും വചനം കൊണ്ടാണ് നേരിടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകൾ കുറിച്ചെടുത്ത് പഠിക്കുവാൻ പാകമായ നിലയിൽ കുറേയേറെ ആലോചനകൾ ദൈവാത്മാവ് നമുക്ക് നൽകി തരികയാണ്. ഈ യോഗത്തിൻ്റെ പ്രസംഗം എപ്പോൾ അവസാനിപ്പിക്കണമെന്നൊക്കെ ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതേ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഈ വന്ന ഉപദേശിക്ക് ഇവിടുത്തെ യോഗം എപ്പോഴാണ് തീരുന്നതെന്ന് വല്ലതും അറിയാമോ കർത്താവേ എന്നൊന്നും ഓർത്ത് ആരും വേവലാതിപ്പെട്ട ആശങ്കയോടൊന്നും ഇരിക്കരുത്. കൃത്യസമയത്ത് നമ്മൾ ആമേൻ പറയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സന്തോഷത്തോടെ അല്പം ഒന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് പോകാം എന്നും പറഞ്ഞ് ഓൺലൈനിൽ ആരും ഇരിക്കുകയും ചെയ്യരുത്. അവസാനം വരെ ഈ ചിന്തകളെ നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും കുറിക്കുകയും ചെയ്യണം. കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് നിങ്ങൾക്കൊരാത്മിക ചിന്ത തരുവാൻ ദൈവാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ധ്യാനവേളയിൽ എനിക്ക് നിയോഗം നൽകിയിട്ടുള്ളത്. ഓൺലൈനിലുള്ള എല്ലാവരുടെയും മുഖത്തോട്ട് ഞാൻ നോക്കിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അവോയ്ഡ് ചെയ്തു എന്ന് ചിന്തിക്കരുത്. ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ മുഖത്ത് എനിക്ക് നോക്കണം. അന്നേരം നിങ്ങളുടെ മുഖത്ത് ചിലപ്പോൾ നോക്കാൻ പറ്റാതെ വന്നാൽ അദ്ദേഹം ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, പാടുപെട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് ഞങ്ങളെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ഓക്കെ. അപ്പോൾ എനിക്കിവിടെ നിൽക്കുമ്പോൾ പരിമിതികളുണ്ട്. ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കണം. അവിടെ ഇവിടെയൊക്കെ ആളുകളുള്ളതുകൊണ്ട് ഓക്കെ. നിങ്ങൾക്ക് ഞങ്ങൾ പ്രഥമ പരിഗണന തരുന്നുണ്ട് തീർച്ചയായും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരെയും എനിക്ക് ശ്രദ്ധിക്കണമെന്നതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് മുൻപോട്ട് പ്രാർത്ഥനയോടെ പോകാം. ഞാൻ ഏറ്റവും അധികം പ്രണയിക്കുന്നത് ലേഖനങ്ങളെയാണ്. 21 എപ്പിസ്റ്റൽസ് അതെൻ്റെ ഹൃദയഹാരിയാണ്. ഹൃദയംഗമായി ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു ലേഖനങ്ങൾ പഠിക്കാൻ. മറ്റുള്ളവയോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഏറ്റവും അധികം പ്രിയങ്കരമായി എനിക്ക് തോന്നുന്നതും അനുഭവിക്കുന്നതും എൻ്റെ മേച്ചിൽപ്പുറം ലേഖനങ്ങളാണ്. റോമർ മുതൽ യൂദ വരെയുള്ള 21 ലേഖനങ്ങൾ എൻ്റെ ധ്യാനമാണ്. ഈ ലേഖനങ്ങളിൽ നിന്നാണ് ഞാൻ സങ്കീർത്തനത്തിലേക്കോ പഴയ നിയമ ഗ്രന്ഥങ്ങളിലേക്കോ സുവിശേഷ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോകാൻ എനിക്ക് നിയോഗം കിട്ടുന്നത്. മറ്റുള്ള പുസ്തകങ്ങളെ ഐച്ഛികമായെടുത്ത് പ്രസംഗിക്കുന്നവരോട് എനിക്ക് വിരോധമൊന്നുമില്ല, വളരെ സന്തോഷമാണ്. പക്ഷേ എനിക്ക് കിട്ടിയൊരു വെളിപ്പാട് ലേഖനങ്ങൾ ആണ്. എന്തുകൊണ്ട്? വാട്ട് ഈസ് എപ്പിസ്റ്റൽസ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തമമായ ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്തുകൊണ്ട് ലേഖനങ്ങൾ? ഞാനൊരു കാര്യം പരസ്യമായി പറയാം. ബാക്ക് ടു എപ്പിസ്റ്റൽസ് എന്നൊരു തത്വം സൂക്ഷിച്ചോണം. ബാക്ക് ടു എപ്പിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിലേക്ക് മടങ്ങുക. കാരണം ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾക്ക് അപ്പോസ്തോലിക ഭാഷ്യം നമുക്ക് ലേഖനങ്ങളിലാണ് കിട്ടുക. സമ്മതിക്കുന്നുണ്ടോ? സഭ എന്താണ്? സഭയിൽ എന്തായിരിക്കണം? വാട്ട് ഈസ് ചർച്ച് ആൻഡ് ഹൗ ടു വോക്ക് ഇൻ ദ ചർച്ച്? അത് ലേഖനങ്ങളാണ് നമുക്ക് നൽകിത്തരുന്നത്. എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകരുത്, ഈ വീണ്ടുവിചാരം നമുക്ക് നൽകുന്നത് ലേഖനത്തിൻ്റെ താളുകളാണ്. റോമർ മുതൽ യൂദ വരെ ലോകത്തോട് ഏകീഭവിച്ചു പോകാതെ, ജഡത്തിന് കീഴടങ്ങിപ്പോകാതെ, സാത്താന്യ പോരാട്ടങ്ങൾക്ക് ഒതുങ്ങിപ്പോകാതെ, ഇതിനെ ഈ പ്രബലമായ ശക്തികളെ, ശത്രുക്കളെ മൂന്നിനെയും അതിജീവിച്ചുകൊണ്ട് ആത്മീയ വിജയം ഉറപ്പാക്കാൻ നമുക്ക് തരുന്ന പോഷണങ്ങൾ ലേഖനങ്ങളിലാണ്. വാട്ട് ഈസ് എപ്പിസ്റ്റൽസ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാകണം. നിങ്ങൾ ആ ഉത്തരം ഒന്ന് കുറിച്ചുകൊള്ളണം. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്, അതാണ് ലേഖനങ്ങൾ. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് ലേഖനങ്ങൾ? ലേഖനങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്ര വിശകലനം, ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശകലനം, അതാണ് ലേഖനങ്ങൾ. ഒന്നുകൂടെ പറയാം. ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശകലനം. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് പഠിക്കണമെങ്കിൽ എന്തോ പഠിച്ചേ പറ്റൂ? ലേഖനങ്ങൾ. സഭ എന്താണെന്ന് അറിയണമെങ്കിൽ എന്തിലേക്ക് വന്നേ പറ്റൂ? ലേഖനങ്ങളിലേക്ക് വന്നേ പറ്റൂ. സഭയെന്ന് പറഞ്ഞൊരു മതമല്ല, സംഘടനയല്ല, പ്രസ്ഥാനമല്ല. സഭയെന്ന് പറയുന്നത് വെറുതെ ഒരു കൂട്ടം, ഒരു ഗ്യാതറിംഗ് ഒന്നുമല്ല. അതിനപ്പുറത്തൊരു ജീവൽ ഘടകമാണ്. ആ പൊരുളുകൾ ലേഖനമാണ് നമുക്ക് നൽകിത്തരുന്നത്.
ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. അതിനകത്ത് എങ്ങനെ ആകണം നമ്മൾ? നമ്മുടെ ദൗത്യം എന്താ? നമ്മുടെ ഉത്തരവാദിത്വം എന്താ? സഭയ്ക്കകത്ത് നമ്മുടെ ധർമ്മ കർമ്മങ്ങൾ എന്താണ്? ലേഖനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ വാചകം ഓർത്തിരുന്നാൽ മതി. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച് എന്നുള്ളത് മറന്നു പോകരുത്. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ലേഖനങ്ങൾ നമുക്ക് നൽകി തരുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. രണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നോണം. ഓക്കെ, ഒന്ന് എന്താ പറഞ്ഞേ? മനുഷ്യത്വത്തിൻ്റെ തിളക്കം. യേശുവിൻ്റെ മനുഷ്യത്വം നമ്മുടെ മനുഷ്യത്വം പോലൊന്നും അല്ല. അതിനപ്പുറത്ത് തിളക്കമാർന്നൊരു മനുഷ്യത്വമുണ്ട്, ഉജ്ജ്വലമായൊരു തിളക്കം. ആ തിളക്കം നമ്മൾ അറിയണം. എങ്ങനെയായിരുന്നു യേശു മനുഷ്യത്വത്തിൽ എന്നുള്ളതാണ്. ആക്ഷേപരഹിതമായി, നിരപവാദ്യമായി, മരണമെത്തുന്ന നേരം വരെ ഒരു കുറ്റവും ആർക്കും ചൂണ്ടിക്കാട്ടാനാവാത്ത വിധം ആക്ഷേപരഹിതമായി നിലകൊണ്ട ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത. ആർക്കും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു അത്ര വിദഗ്ധമായത് ഒളിപ്പിച്ചു എന്നല്ല. യേശുവിലൊരു കുറ്റമില്ലായിരുന്നു. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ആ കുറ്റമില്ലാത്തവൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ കഴുകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കുറ്റമില്ലായ്മയിൽ തുടരണം. ഞാനിവരിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞത് അന്നത്തെ പൗരസമിതിയൊന്നുമല്ല. പരീശന്മാരും ശാസ്ത്രിമാരും എസ്എന്നരും എരിവുകാരും കൂടെ നടന്ന ശിഷ്യന്മാരും ഒന്നുമല്ല. നിയമത്തിൻ്റെ അവസാന വാക്കായി പീലാത്തോസാണ് പറഞ്ഞത്. അപ്പോൾ ആ വാചകം ആധികാരികതയുള്ളതാണ്. അത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. രണ്ട്, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. എനിക്ക് തോന്നുന്നു ഞാൻ എൽ ഷദ്ദായിൽ ഏറ്റവും അവസാനം പ്രസംഗിച്ചത് യേശുവിൻ്റെ ദൈവത്വമായിരുന്നു. അത് പ്രസംഗിച്ചിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോഴും ഓർക്കുന്നു തീത്തോസ് 2:12. ഞാൻ എൽ ഷദ്ദായിലേക്കാണ് ഇന്ന് വൈകിട്ട് ഇവിടെ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ പഴയ ഡയറി ഞാൻ പരിശോധിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് തീത്തോസ് 2:12 അവൻ മഹാദൈവമാണ്. അതാണ് അന്ന് ഞായറാഴ്ച ഒരു പകൽ ഇവിടെ പ്രസംഗിച്ചത്. അതിനുശേഷം പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കൊട്ടാരക്കരയിൽ എത്തിയിട്ടുണ്ട്, പലപ്പോഴും ഇതുവഴി പോകാറുണ്ട്. പക്ഷേ എൽ ഷദ്ദായിയുടെ വേദിയിലെത്തുന്നത് ഇപ്പോഴാണ്, ഒത്തിരി നാളുകൾക്ക്. അപ്പം അന്നേ ഞാൻ ലേഖനങ്ങളിലാണ് നിൽക്കുക. അന്ന് ഞാൻ തീത്തോസിൻ്റെ ലേഖനം 2:12 പ്രസംഗിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം അത്ര വർഷങ്ങൾക്ക് പഴക്കമുള്ളതൊന്നും ഓർത്തിരിക്കാൻ നമുക്ക് പാകമാകില്ല. പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ പ്രസംഗങ്ങളൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല. ജീസസ് അലൈവിൽ പ്രസംഗത്തിന് ക്ഷാമമില്ലല്ലോ, പ്രസംഗകർക്ക് ക്ഷാമമില്ല. ഇങ്ങനെ എല്ലായിടത്തുമല്ലോ ഇൻ്റർനാഷണൽ താരങ്ങളൊക്കെ ഇവിടെ വന്ന് നിരക്കുന്നതായതുകൊണ്ട് ഏത് പ്രസംഗം ഓർത്തിരിക്കാൻ പറ്റുക? എങ്കിലും ചിലർ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ ലേഖനങ്ങളിൽ യേശുവിൻ്റെ ദൈവത്വം വളരെ ഉജ്ജ്വലമായിട്ടാണ്. റോമർ മുതൽ യൂദ വരെ യേശുവിൻ്റെ ദൈവത്വത്തെ പഠിക്കണം ലേഖനങ്ങളിലൂടെ. അപ്പോഴാണ് യേശുവിനോടുള്ളതായിരിക്കുന്ന ആ ഒരു ബന്ധം നമുക്ക് ദൃഢതരമായി ലഭിക്കപ്പെടാൻ കഴിയുന്നത്. ഓക്കെ, ഗലീലയുടെ തീരപ്രദേശങ്ങളിലൂടെ, ഫലസ്തീൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, കഫർനഹൂമിൻ്റെ തെരുവീഥികളിലൂടെയൊക്കെ നടന്ന് സാധാരണ ജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞ് നടന്ന ഒരു യേശു, ഭക്ഷണം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച്, നിരാശ്രയരെയും നിസ്സഹായരെയും നിരാലംബരെയും ഒക്കെ ചേർത്ത് നിർത്തി അവരെ ആശ്വസിപ്പിച്ച ഒരു യേശുവിനെ നമുക്കറിയാം. ആ യേശുവിൻ്റെ പ്രകൃതത്തിനപ്പുറമുള്ള ഒരു ദൈവത്വ മാഹാത്മ്യത, ദൈവത്വത്തിൻ്റെ ഔന്നത്യം, ദൈവത്വത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രതാപം, അതാണ് ലേഖനങ്ങൾ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ലേഖനങ്ങളെ ഞാൻ കൂടുതൽ പ്രണയിക്കുന്നത്. ലേഖനങ്ങൾ ധ്യാനിച്ചാൽ, ലേഖനങ്ങൾ പഠിച്ചാൽ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കവും ദൈവത്വത്തിൻ്റെ മഹത്വവും നമുക്ക് നന്നായി ബോധ്യമാകും. ഒറ്റ കാര്യം കൂടെ പറയാം. എന്തിനാണ് ഈ മനുഷ്യത്വത്തിൻ്റെ തിളക്കം അറിയുന്നത്? അനുകരിക്കാനാണ്, യേശുവെ പോലെ ആകാനാണ്. എന്തിനാണ് ദൈവത്വത്തിൻ്റെ മഹത്വം അറിയുന്നത്? യേശുവിനെ ആശ്രയിപ്പാനും ആരാധിപ്പാനുമാണ്. മനസ്സിലായോ അത്രയും കാര്യങ്ങൾ? ഓക്കെ, മനുഷ്യത്വം അറിയുന്നത് അവനെ പോലെ ആകാനാണ്. മലയാളി പാടുന്നൊരു പാട്ടുണ്ട്, യേശുവെ പോലെ ആകുവാൻ. ഓ, എന്ന സുഖമുള്ളൊരു പാട്ടാണ്. നാഗൽ സാഹിബ് വേണ്ടി വന്നു നമുക്ക് അങ്ങനെ ഒരു പാട്ട് തരാൻ. ഓക്കെ, മലയാളത്തിൽ ഒത്തിരി പാട്ടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, കാക്കുവാൻ എന്നൊക്കെയുള്ളൊരു പാട്ട് എഴുതുവാൻ കപ്പലിറങ്ങിയ നാഗസ്ലായിപ്പിനെയാണ് ദൈവം ഉപയോഗിച്ചത്. വേറൊരു പാട്ട് അതിനോട് ചേർത്ത് പാടേണ്ടതായിട്ടുണ്ട്. ശിഷ്യനാകുന്ന എന്നെയും അങ്ങെ പോലെ ആക്കണം മുഴുവൻ. അല്പമല്ല, പിന്നെ മുഴുവനും എന്നെ അങ്ങെ പോലെ ആക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം അറിയുന്നത് യേശുവെ പോലെയാകാനാണ്. യേശുവിൻ്റെ ദൈവത്വം അറിയുന്നത് യേശുവിനെ ആരാധിപ്പാനും
ആശ്രയിപ്പാനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ അതാണ് ലേഖനങ്ങളെക്കുറിച്ച് എനിക്ക് മുഖവര എന്ന നിലയിൽ പറയാനുള്ളത്. ഈ ലേഖനങ്ങൾ 21 വെച്ച് ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞ ലേഖനങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നതാണ് കൊലോസ്യ ലേഖനം. ഓർത്തിരുന്നോണം, കുറിച്ചുകൊള്ളണം. അതൊക്കെ ബൈബിൾ ക്വിസിനൊക്കെ ചോദിക്കാൻ കൊള്ളുന്ന ചോദ്യമാണ്. ലേഖനങ്ങളുടെ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തോന്നാണ്? കൊലോസ്യ ലേഖനമാണ്. ലേഖനങ്ങളുടെ രാജാവ്, ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽ എന്നറിയപ്പെടുന്നത് കൊലോസ്യ ലേഖനമാണ്. അപ്പം വേറൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്, അപ്പം രാജ്ഞി ആരാന്നുള്ളത്. രാജാവ് ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകണം? രാജ്ഞി ഉണ്ടാകണം. രാജാവ് അവിവാഹിതനാകാൻ പാടില്ല, അപ്പം രാജ്ഞി ഉണ്ടാകണം. അപ്പം ലേഖനങ്ങളുടെ രാജ്ഞി ആരാണ്? എഫെസ്യ ലേഖനമാണ്. ദ ക്യൂൻ ഓഫ് ദ എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത് എഫെസ്യ ലേഖനമാണ്. ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽ എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനവുമാണ്. അപ്പം ലേഖനങ്ങളെക്കുറിച്ച് നന്നായിട്ട്, ലേഖനങ്ങളെക്കുറിച്ച് വല്ലതും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വാചാലനാകും. കാരണം എൻ്റെ പുസ്തകങ്ങളാണത്. അതുകൊണ്ട് ഞാൻ അവിടെ അത് നിർത്തുകയാണ്. കൊലോസ്യ ലേഖനത്തിലേക്ക് നേരെ പ്രവേശിക്കുന്നു. കൊലോസ്യ ലേഖനം 1:29 വാക്യമാണ് നൽകിത്തരുന്നത്. ഓൺലൈനിൽ ധാരാളം യുവാക്കന്മാരെ ഞാൻ കാണുന്നു. യുവത്വത്തിൻ്റെ പ്രസരിപ്പ്. എൻ്റെ മുൻപിലും ഉള്ളവരൊക്കെ യുവചേതനകൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കൊലോസ്യ ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളെ ഞാൻ 3 ഭാഗമായി വിഭജിച്ച് തരികയും കൂടെ ചെയ്തിട്ട് വാക്യത്തിലേക്ക് പ്രവേശിക്കാം എന്നാഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അറിവിൻ്റെ ചില നുറുങ്ങുകൾ ലഭ്യമാകുന്നത് നല്ലതായിരിക്കും. ലേഖനവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, ഒരു ലേഖനമെങ്കിലും നമുക്കൊന്ന് വിഭജിച്ച് പഠിക്കാൻ പറ്റിയാൽ ആ ലേഖനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നിങ്ങൾക്കൊരു ഉൾപ്രേരണ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം കൊലോസ്യ ലേഖനം 4 അധ്യായമാണ്. 4 അധ്യായത്തെ നമ്മൾ വിഷയാടിസ്ഥാനത്തിൽ 3 വിഭജിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ലേഖന പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് ഈ വിഭജന രീതി മനസ്സിലായിട്ടുള്ളവരുണ്ടാകാം ഓൺലൈനിൽ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, 4 അധ്യായങ്ങളുള്ള കൊലോസ്യ ലേഖനത്തെ നമ്മൾ 3 ഭാഗമായി വിഭജിക്കുന്നു. 1, 2, 3. ഞാൻ ഇനി പറയുന്ന വാചകങ്ങൾ അതുപോലെ നിങ്ങൾ കുറിച്ചു കൊള്ളണം. പ്രസംഗം കേട്ട് ഗ്ലോറി പറയാൻ മാത്രം ഇരിക്കരുത്. ദൈവദാസന്മാരിൽ പറയുന്ന ചിന്തകൾ കുറിച്ചെടുക്കാനും കൂടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കരുതിക്കൊണ്ട് യോഗങ്ങൾക്കൊക്കെ വന്നിരിക്കാവൂ. ഉപവാസ പ്രാർത്ഥനയല്ലേ, ആരാധിക്കാം ആദിയോടന്തം എന്നൊക്കെ വന്നിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ പറയുന്ന ചിന്തകൾ നമ്മൾ ഒന്ന് കുറിച്ചെടുക്കാനൊക്കെ പറ്റിയാൽ അത് തുടർ പഠനത്തിന് ദൈവാത്മാവ് നമ്മോട് ഇടപെടുമ്പം ഒന്ന് നോക്കിയിട്ട് വാക്യങ്ങളിലൂടെയൊക്കെ ഒന്ന് പര്യടനം നടത്തുമ്പോൾ നമുക്ക് ഒട്ടനവധി ആത്മീക ആരോഗ്യം ലഭിക്കപ്പെടാൻ കാരണമായി തീരും. അപ്പോൾ കൊലോസ്യ ലേഖനം 4 അധ്യായത്തെ 3 നമ്മൾ വിഭജിക്കുന്നു. ഒന്നാമത്തേത് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ദൈവത്വം. ക്രിസ്തുവിൻ്റെ ദൈവത്വം, അതാണ് കൊലോസ്യ ലേഖനം 1 അധ്യായം എന്ന് പറയും. ചാപ്റ്റർ 1 വിശദീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ദൈവത്വത്തിൻ്റെ പ്രതാപമാണ്. ക്രിസ്തുവിൻ്റെ ഔന്നത്യം, തുല്യം പറയാനില്ലാത്ത വിധം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹാപ്രതാപം, ആരും വീണ് ആരാധിച്ചു പോകത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന ആ ദൈവിക പ്രഭാവം, ദൈവിക പ്രതാപം, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 1 അധ്യായത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് വിശദീകരണം തരാം. 2 അധ്യായം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് വാർണിംഗ്സ് ടു ദ ചർച്ച് എന്നുള്ളതാണ്. 4 വാർണിംഗ്സ് ടു ദ ചർച്ച്. 4 മുന്നറിയിപ്പുകൾ, സഭയോടുള്ള 4 മുന്നറിയിപ്പുകളാണ് 2 അധ്യായം. ഒഴിവാക്കാനാവില്ലത്, പഠിച്ചേ പറ്റുകയുള്ളൂ. ലോകത്തിൻ്റെ ഏത് കോണുകളിലാണ് താങ്കളായിരിക്കും, പഠനത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടിയോ ആയിരിക്കാം മേഘപാളികൾക്ക് മീതെ കൂടെ പറന്നങ്ങകന്നു പോയത്, വേറെ കോണ്ടിനെൻറ്റിൽ ഇറങ്ങേണ്ടി വന്നത്, അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലമൊത്തിരി, അവിടുത്തെ സാഹചര്യവുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകുമ്പോഴും ഈ 4 വാർണിങ്സ് ഉണ്ടല്ലോ, ഈ 4 മുന്നറിയിപ്പുകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. നെഞ്ചകത്തിൽ അവയെ സംരക്ഷിച്ചു കൊള്ളണം. അത്രയ്ക്ക് ഗംഭീരമായ 4 മുന്നറിയിപ്പുകൾ കൊലോസ്യ ലേഖനം തരുന്നുണ്ട്. ഞാൻ വഴിയമ്മണ്ണം അതിനെ വിശദീകരിക്കാം. ഇനി അടുത്തത് എഴുതിക്കോണം, സ്നാനാനന്തര ജീവിതത്തിൻ്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ്. ആഫ്റ്റർ ബാപ്റ്റിസം ഹൗ ടു ലീഡ് എ ഹോളി ലൈഫ്, അതാണ് 3, 4 അധ്യായം. ഓക്കെ, ആഫ്റ്റർ ദ ബാപ്റ്റിസം, സ്നാനാനന്തരം, നല്ല മലയാളം, സ്നാനാനന്തര ജീവിതത്തിൻ്റെ പ്രായോഗിക നിർദ്ദേശം. വല്ല വിധേനയും സ്നാനപ്പെടുക എന്നുള്ളതാണ് ചിലരുടെ ഒരു ഉദ്ദേശം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി, ലൈസൻസ് കിട്ടി, ഇനി എതിലെ വേണേലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. ആ ഒരു പോലീസും തടയില്ല. അഥവാ തടഞ്ഞാൽ ലൈസൻസ് കാണിച്ചാൽ മതി, പൊക്കോ എന്ന് പറയും. അതാണ് ചിലരുടെ ഒരു സംഗതി. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ സ്നാനം എന്ന് പറയുന്ന ഒരു ലൈസൻസ് അല്ല. സ്നാനപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമാണെങ്കിൽ സ്നാനാനന്തര ജീവിതം അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണ്. സ്നാനപ്പെട്ട ഒരു വ്യക്തി അറിയേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊലോസ്യ ലേഖനം 3, 4 അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കുക. ഓക്കെ, ഇത് 3 കൊലോസ്യ ലേഖനത്തിൻ്റെ രൂപരേഖ, ഒരു ഔട്ട്ലൈൻ, ദ സ്കെൽട്ടൺ ഓഫ് കൊലോഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് വേണം നമ്മൾ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ. 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഇനി ഞാനിതിനെ അല്പം ഒന്ന് വിശദീകരിക്കാം. എൻ്റെ വാക്യം അവിടെ കിടക്കുന്നതേ ഉള്ളൂ, അതിലേക്ക് ഞാൻ വരാം. അപ്പോഴത്തേക്ക് ഈ ചിന്തകൾ നിങ്ങളൊന്ന് അറിഞ്ഞുകൊള്ളണം. ഒന്നാമത് ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ്.
മുഖവരിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പൗലോസിൻ്റെ സാധാരണ ഒരു പ്രാർത്ഥനയെല്ലാം ഇതിനകത്തുണ്ട്. ദൈവശാസ്ത്ര സമ്പന്നമായൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെല്ലാം പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. അതിനു മുൻപ് കൊലോസ്യരെക്കുറിച്ചൊക്കെയുള്ള പൗലോസിൻ്റെ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് 14-ാമത് വാക്യം മുതൽ 22-ാമത് വാക്യം വരെ ശ്രദ്ധിച്ചോണം. 1-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതാപത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതെല്ലാം വിവരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല. വിവരിക്കാൻ തുടങ്ങിയാൽ വായിച്ച വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെയാവും. എങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഇവിടെ കൂടി വന്നിട്ടുള്ളവരും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരുമായ പ്രിയപ്പെട്ടവരുടെ അകതാരിൽ ക്രിസ്തു ദർശനം അഥവാ ക്രിസ്തു പരിജ്ഞാനം വേണ്ടും പോലെ വിളങ്ങേണ്ടതിനു വേണ്ടി ഞാൻ ഒരൊറ്റ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. ഓക്കെ, 14 മുതൽ 22 വരെയുള്ള സകല വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രതാപത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്നറിയണം. എന്നാൽ ഒരൊറ്റ വാക്യം മാത്രം തരാം. 14-ാമത് വാക്യത്തിൽ പറയുന്നു ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. 15-ൽ പറയുന്നു ദ ഇമേജ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സത്യദൈവത്തിൻ്റെ യഥാർത്ഥമായ പ്രകൃതമാണ്, പ്രതിമയാണ് എന്നൊക്കെ പറയുന്നു. 16-ാമത് വാക്യത്തിൽ പറയുന്നത് സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, അവൻ സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള പ്രയോഗം പറയുന്നു. 17-ാമത് വാക്യം നോക്കിക്കേ. ഈ ഉപവാസ പ്രാർത്ഥന പരമ്പരകളുടെ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കോറിയിടുന്ന ഒരു വേദശകലമായ 17-ാം വാക്യത്തെ നിങ്ങൾ കരുതിക്കൊള്ളണം. എന്താണ് 17-ാം വാക്യം പറയുന്നത്? അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. കണ്ടോ, നിങ്ങളെ വാക്യം കണ്ടോ? അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. ആ പ്രയോഗമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സർവ്വത്തിനു മുൻപേ ഉണ്ടായവൻ എന്നല്ല, സർവ്വത്തിനു മുൻപേ ഉണ്ടാക്കപ്പെട്ടവൻ എന്നുമല്ല. പിന്നെ എന്താ പ്രയോഗം? സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? ഉണ്ടായവൻ എന്നാണെങ്കിൽ യേശുവിന് ആരംഭമായി പോയേനെ, ഉണ്ടാക്കപ്പെട്ടവൻ എന്നാണെങ്കിലും ആരംഭമായി പോയേനെ. പക്ഷേ ആരംഭവുമില്ലാത്ത അവസാനമില്ല. ആരംഭമുള്ളതിനെല്ലാം അവസാനം ഉണ്ടല്ലോ. തുടക്കമുള്ളതിന് ഒടുക്കമില്ലേ? അല്ലേ? തുടക്കമുള്ളതിന് ഒടുക്കമുണ്ട്. ആദിയുള്ളതിന് അന്ത്യമുണ്ട്. ജനനമുള്ളതിന് മരണമുണ്ട്. ജയന്തിയുള്ളതിന് സമാധിയുണ്ട്. ഇതൊന്നുമില്ല. ഇതിനെല്ലാം അതീതമായി വർത്തിക്കുന്ന നിത്യാസ്തിത്വമാണ് യേശു എന്ന പ്രയോഗമാണ്. അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. എത്ര പേർക്ക് മനസ്സിലായി? അതിനകത്ത് ദൈവശാസ്ത്രം എത്ര പേർക്ക് മനസ്സിലായി? നമ്മുടെ കർത്താവ് ബെത്ലഹേമിൽ തുടങ്ങി ഗോൽഗോഥായിൽ അവസാനിച്ച ഒരു ഇടപാടല്ല. മനസ്സിലാകുന്നുണ്ടോ? ബെത്ലഹേമിൽ ജാതമാകുകയും ഗോൽഗോഥായിൽ 3 ആണികളാൽ തറയ്ക്കപ്പെടുകയും ഗോൽഗോഥായിൽ 3 കല്ലറത്തോട്ടത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തതോടെ യേശുവിൻ്റെ ചരിത്രം തീരുന്നില്ല. ബെത്ലഹേമിന് മുൻപേ യേശു ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും മഹത്വരമായൊരു കാര്യമാണ്. അപ്പം യേശുവിന് തുടക്കമില്ല, ഒടുക്കമില്ല, ജനനമില്ല, മരണമില്ല, ജയന്തിയില്ല, സമാധിയില്ല, ആദിയില്ല, അന്തമില്ല. അങ്ങനെ ആദി അന്തത്തിനതീതമായി വർത്തിക്കുന്ന നിത്യാസ്തിത്വം, അനാദിയായവൻ. കണ്ടോ? ശാശ്വതനായവൻ. പർവ്വതങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുന്നമേ നീ അനാദിയായും ശാശ്വതനായും ദൈവമാകുന്നു എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആ വീണ്ടെടുപ്പുകാരൻ നമ്മളെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് നിത്യജീവൻ തരാൻ കഴിയുന്നത്. നമ്മെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് നിത്യനായതുകൊണ്ടാണ്. ബോധ്യമായവർക്കേ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ദൈവം നിത്യനാണ്. നമ്മുടെ കർത്താവ് നിത്യനായതുകൊണ്ടാണ് മരണക്കുഴിയിൽ നമ്മെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ച് നിത്യതയിലേക്ക് നടത്താൻ കഴിയുന്നത്. മരണം കൊണ്ടെല്ലാം തീരും. അതുകൊണ്ട് തിന്നു കുടിച്ച് മതിച്ച് പുളച്ച് ജീവിക്കുക. മരണത്തിനപ്പുറം ഒന്നുമില്ല. മരണത്തിൻ്റെ തണുത്തകരം വന്ന് ഇറുകെ പിടിക്കുന്നതിന് മുൻപ് ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വേദാന്തങ്ങളും വിവിധ ദാർശനിക പ്രബോധനങ്ങളും ശക്തമായി ഇവിടെ ഉറഞ്ഞു തുള്ളുമ്പോൾ നമ്മൾ പറയുന്ന മഹത്തായ ഒരു കാര്യം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് 60, 70, 80 കൊല്ലത്തേക്കല്ല, അത് നിത്യതയോളം അങ്ങ് തുടരുന്നതാണ്. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ? അതിന്റെ ഉറപ്പ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് നിത്യനാണ്. നമ്മുടെ കർത്താവ് ശാശ്വതനാണ്. നമ്മുടെ കർത്താവ് മരണത്തിൽ ഒതുങ്ങിപ്പോയവനല്ല. മരണമേ, നിന്റെ ജയമെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഉള്ളൂ ഉലകത്തിൽ. അത് നമ്മുടെ പ്രാണനാഥന. ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കേ. ഉദ്ധാനം ചെയ്തവൻ, പുനരുദ്ധാനം ചെയ്തവൻ, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്നവൻ. ശബരദന, ഹല്ലേലൂയ. യേശുവിന്റെ പുനരുദ്ധാനം. ആ പ്രയോഗം കേട്ടോ, ഹേ മരണമേ. മോനെ, ഹേ മരണമേ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അർത്ഥം എന്നറിയോ? ഈ ഹേ എന്ന് വിളിച്ചാൽ എന്തോ അർത്ഥം എന്തുവാ? മുമ്പേ പോയ ഒരാളിനെ ഹേ എന്ന് വിളിക്കാൻ പാടില്ല. മാന്യത ഉണ്ടെങ്കിൽ അങ്ങനെ വിളിക്കരുത്. ആ പുള്ളി തിരിഞ്ഞൊരൊറ്റ നോട്ടം നോക്കിയാൽ നമ്മൾ ദഹിച്ചു പോകും. മുമ്പേ പോകുന്ന ആൾ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ ഹേ എന്ന് കയറി വിളിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ വിളിക്കാം? ഹലോ,
സർ പ്ലീസ് ഹലോ എന്ന് പറയാം, ഓക്കെ എന്ന് വിളിക്കാം, കുഴപ്പമില്ല. മാന്യനാണ്, നമ്മുടെ മാന്യത അദ്ദേഹത്തിന് ബോധ്യമാകും, അദ്ദേഹം അതിന് പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ഹേ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്, അദ്ദേഹത്തെ നമ്മൾ അപമാനിക്കുകയാണ്, അദ്ദേഹം പരാജയപ്പെട്ടവനാണെന്നുള്ള തെളിവാണത് ഹേ എന്ന് പറഞ്ഞാൽ. യേശു മരണത്തെ ബഹുമാനത്തോടെ ഹലോ എന്നല്ല വിളിച്ചത്, ഹേ മരണമേ എന്നാ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ഉലകത്തിലുള്ളവരെ മുഴുവനും നീ പൂട്ടിക്കെട്ടി, ഉലകത്തിലുള്ളവരെ മുഴുവനും നീ നിന്റെ പൂണിക്കകത്ത് ഒതുക്കി, പക്ഷേ എന്നെ നിനക്ക് കിട്ടിയില്ല. ഞാൻ നിന്നെ തോൽപ്പിച്ചു, നിന്റെ മരണവക്രത്തെ ഞാൻ പിടിച്ച് തകർത്തു, പാതാള ഗോപുരത്തെ ഞാൻ ജയിച്ചെഴുന്നേറ്റു, ഇന്ന് ഞാൻ ജീവിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കും. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നിത്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ലേഖനം വായിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതെങ്ങനെ? സങ്കീർത്തനത്തിൽ നിന്ന് ഇറങ്ങത്തില്ലല്ലോ, പിന്നെ എങ്ങനെ? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നും ഇറങ്ങത്തില്ല. എന്നും ദാവീദിൻ്റെ കൂടെ, യോനാഥാൻ്റെ കൂടെ, ഗോലിയാത്തിൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് സമയം കളയാണ്. ലേഖനത്തിലോട്ട് ഇറങ്ങി ബാക്ക് ടു എപ്പിസ്റ്റൽ. അപ്പോഴാണ് യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി 17-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ വരി ഒന്ന് നോക്കിക്കേ. ഇന്ന് രാത്രിയിൽ അകതാരിൽ ഒരു ആത്മിക ചൈതന്യം ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഒന്ന്, നമ്മുടെ കർത്താവ് നിത്യനാണ്, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, എന്തുവാണ് വാക്യം പറഞ്ഞേ, വായിച്ചേ. അവൻ സർവ്വത്തിനും ആധാരമായവൻ. ഓ, അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അവൻ സർവ്വത്തിനും ആരാ? നമ്മുടെ കർത്താവ് സർവ്വത്തിനും ആധാരമായവനാണെന്ന. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നിൽക്കുന്നത് നമ്മുടെ കർത്താവിനാലാണ്, ഇത് തകർന്നു പോകാതെ നിൽക്കുന്നത് കർത്താവിനാലാണ്. സകല വാനഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ തമ്മിൽ തട്ടി തകർന്ന് തരിപ്പണമായി പോകാതെ കൃത്യാനുപാതത്തോടെ നിലനിൽക്കുന്നത് കർത്താവ് അതിൻ്റെ ആധാരമായതുകൊണ്ടാണ്, കർത്താവ് അതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. നിരാത്രിനെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടത് മണ്ടത്തരമൊന്നും ആയെന്ന് ചിന്തിക്കരുത് ഒരിക്കലും. സഭയിൽ ചേർന്ന് മണ്ടത്തരമായി പോയി, വിശ്വാസിയായി പോയത് മണ്ടത്തരമായി പോയെന്നൊന്നും ചിന്തിക്കരുത്. അതിനുശേഷമാണ് എനിക്ക് കെടുതികളും കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും ജോലിയില്ലായ്മയും എന്നൊന്നും ആരും ചിന്തിക്കരുത്. നമ്മുടെ ആധാരം കയ്യിലുള്ള ഒരുവൻ ഇന്ന് രാത്രി വിരൽ ചൂണ്ടി പറയുന്നു, ഞാൻ ഏറ്റു നിൻ്റെ കാര്യം, നിൻ്റെ ആധാരം എൻ്റെ കയ്യിലാണുള്ളത്, നിൻ്റെ ഭാവിയുടെ ആധാരം എൻ്റെ കയ്യിലാണുള്ളത്, നിൻ്റെ ആഹാരത്തിൻ്റെ ആധാരം എൻ്റെ കയ്യിലാണുള്ളത്, നിൻ്റെ ആരോഗ്യത്തിൻ്റെ ആധാരം എൻ്റെ കയ്യിലാണുള്ളത്. നിന്റെ ആരോഗ്യത്തെ ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കരൾ വീക്കമാണോ, യൂട്ടസിന്റെ ഫൈബ്രോയിഡ് ആണോ, നട്ടലിന് വേദനയാണോ, ക്യാൻസർ ആണോ, ട്യൂമർ ആണോ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ലക്ഷങ്ങൾ എവിടെങ്കിലുമൊക്കെ കൊടുത്ത് നീ ആകപ്പെടെ നഷ്ടബോധത്തിലാകണ്ട. നിന്റെ ആരോഗ്യത്തിന്റെ ആധാരം എൻ്റെ കയ്യിലാ. ഇന്ന് രാത്രി പ്രഥമ രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് സൗഖ്യം പ്രാപിക്കാൻ ഇരിക്കുന്നിടത്തൊന്ന് ചാടി എഴുന്നേറ്റ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? നിന്റെ ആധാരം എന്തിന്റെ? ആരോഗ്യത്തിന്റെ ആധാരം. യെസ്, ഹല്ലേലൂയ. ഇനി ഒരു ബൈപ്പാസ് വേണ്ട കേട്ടോ, ഇനി ഒരു ബൈപ്പാസ് വേണ്ട, ഇനി ഒരു ഓപ്പറേഷനും കൂടെ നീ പോകേണ്ട കാര്യമില്ലെന്ന്. കാരണം ആധാരം, ആരോഗ്യത്തിൻ്റെ ആധാരം കയ്യിലുള്ളവൻ ഈ രാത്രിയിൽ സംസാരിക്കുന്നു കാതിൽ. ഞങ്ങൾ ഇറങ്ങി വന്ന് തലേ തൊടേണ്ട കാര്യമൊന്നുമില്ല, ഈ വേദിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ തലേ തൊടേണ്ട കാര്യമൊന്നുമില്ല. വചനം ഏറ്റെടുത്ത വിടുതല ഇന്ന് രാത്രി, വചനം ഏറ്റെടുത്താൽ വിടുതല. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. മമ്മിമാർ കേൾക്കാൻ വേണ്ടി പറയാം, ഇവിടെ ഇരിക്കുന്നവരും അങ്ങ് ഓൺലൈനുള്ള സകല മമ്മിമാരും കേൾക്കാൻ, സകല പപ്പമാരും കേൾക്കാൻ പറയാം. ദൈവം ദാനമായി തന്ന ഉദരഫലമായ പ്രതിഫലമുണ്ടല്ലോ, പെങ്കൊച്ചാകട്ടെ ആങ്കൊച്ചാകട്ടെ, നിന്റെ സന്താനത്തിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണെന്ന്. അതാണ് കൊലോസ്യ ലേഖനം പറയുന്നത്, അവൻ സർവ്വത്തിൻ്റെയും ആധാരമാ. വളർന്നു വരുന്ന പെൺകുഞ്ഞിൻ്റെ കാര്യം എങ്ങനാകും, എൻ്റെ ചെറുക്കൻ്റെ കാര്യം എങ്ങനാകും? അയ്യോ, ഈ പ്രാവശ്യം തോറ്റുപോയി, മാർക്ക് കുറവാണ്, പോയിന്റ് നല്ല കുറവാ. ഇതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടേണ്ട, രക്തസമ്മർദ്ദം കൂട്ടണ്ട. ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിന്റെ തലമുറയുടെ ആധാരം ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുക, ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. വിദേശത്ത് കൊണ്ടുപോയി ജോലി തന്നു, ജോബ് സെക്യൂരിറ്റി ഇല്ല, അത് നഷ്ടപ്പെടുമോ, പാക്ക് ചെയ്ത് നാട്ടിലോട്ട് പോകേണ്ടി വരുമോ, അങ്ങനെയുള്ള വേവലാതി എല്ലാം വിട്ടേരെ. ആ വേവലാതി ഉരിഞ്ഞ് 8ആയിട്ട് മടക്കി വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയിട്ട് തൻ്റെ അടുത്തോടെ ഇരിക്കെ, എനിക്ക് ജോലി തന്ന എൻ്റെ കർത്താവിന് എൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ ആധാരം അവൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. നാട്ടിലുള്ള പപ്പാമാരോടും മമ്മിമാരോടും പറയാം, വിദേശത്തുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ധൈര്യമായിട്ട് പറ, എൻ്റെ ആധാരം കയ്യിലുള്ള കർത്താവ്, എൻ്റെ ആധാരം കയ്യിലുള്ള കർത്താവ്. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ജീവനും ആ വചനത്തിൻ്റെ ആത്മാവും അകതാരിലേക്ക് ഏറ്റെടുത്തവർക്ക് മാത്രമേ ഇന്ന് രാത്രി ആരാധിക്കാൻ കഴിയുള്ളൂ. ആധാരം കയ്യിലുള്ള കർത്താവ്. യെസ്. ആരോഗ്യത്തിൻ്റെ ആധാരം, ആഹാരത്തിൻ്റെ ആധാരം, ആയുസിൻ്റെ ആധാരം.
മരണം വന്ന് നിഴലാട്ടം നടത്തിയതായിരിക്കില്ല, അറിയാമോ? മരണം വന്ന് നിഴലാട്ടം നടത്തിയത്, കൊണ്ടുപോകുമെന്ന് വാതുകെട്ടി നിന്നതാ. കൂട്ടത്തിലുണ്ടായിരുന്നവരെയൊക്കെ കൊറോണ കൊണ്ടുപോയില്ലേ, പിന്നെന്തിനാ നമ്മളെ ബാക്കിയാക്കി? എന്തിനാ എബ്രഹാമിനെ എന്തിനാ ബാക്കിയാക്കിയത്? എന്തിനാ നിങ്ങളെ ഓരോരുത്തരെയും ബാക്കിയാക്കിയത്? ഓൺലൈൻ ശ്രദ്ധിക്കുന്നവർ പറ, കൂട്ടത്തിലുണ്ടായിരുന്നവരെയൊക്കെ കൊറോണ കൊണ്ടുപോയില്ലേ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കെട്ടിവിട്ട ഡെഡ് ബോഡിയുടെ കെട്ടഴിക്കാൻ പോലും നിർവാഹമില്ലാതെ ആരുടെയോ ഒരു മൃതശരീരം കിട്ടി നമ്മുടെ ആണെന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു. മുഖത്ത് പോലും ഒരു അന്തിചുംബനം കൊടുക്കാൻ പറ്റാതെ കൊറോണ എത്ര പേരെ കൊണ്ടുപോയി. എന്നിട്ടും ഈ 16-ാം തീയതി വരെ നമ്മളെ ബാക്കിയാക്കിയതിന്റെ കാരണം എന്താണെന്നറിയാമോ? വാഗ്ദത്തം ചെയ്തവന് നിന്റെ മേൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യാനുണ്ട്. അവൻ നമ്മുടെ ആധാരം, ആയുസ്സിന്റെ ആധാരം ആ കർത്താവിന്റെ കയ്യിൽ. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഏറ്റെടുക്ക്. ഫാമിലി ഡോക്ടറുടെ അല്ല, ഇത് വിശേഷപ്പെട്ട ഒരു ഡോക്ടറുമായി സന്ധി ചെയ്തത് കൊണ്ട്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ഇരുന്നത് കൊണ്ടോ, വലിയ ചെലവ് ചെയ്തത് കൊണ്ടോ ഒന്നുമല്ല. ആയുസിന്റെ ആധാരം കയ്യിലുള്ളവൻ താങ്ങിയത് കൊണ്ടാണെന്ന് ഈ 16-ാം തീയതി എൽ ഷദായിയുടെ പ്രോഗ്രാമിന് നാം ബാക്കിയായത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി പ്രശ്നങ്ങളോട് പറ, വൈഷമ്യങ്ങളോട് പറ, പ്രതികൂലങ്ങളോട് പറ, ഇല്ലായ്മകളോടും വല്ലായ്മകളോടും പറ, ഭീഷണികളോട് പറ, എൻ്റെ ആധാരം കയ്യിലുള്ള ഒരുവനുണ്ട്. ആമേൻ. പിശാച് നമ്മുടെ കാതിൽ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒക്കെ സംഭവങ്ങളെ ഇങ്ങനെ ഓതി തരുമ്പം താൻ്റെ ഇടത്തോടെ പറയണം, പിശാച് നിനക്കറിയാമോ എൻ്റെ ആധാരം ആരുടെ കയ്യിലാന്ന്? ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് ഇത്ര ഗംഭീരമായ വിവരണം. അപ്പോൾ 17-ാം അധ്യായം പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആത്മീക സന്തോഷമായെങ്കിൽ, ഓരോ വാക്യങ്ങളും 17-ാം വാക്യം പറഞ്ഞപ്പോൾ അങ്ങനെ സന്തോഷമായെങ്കിൽ ഓരോ വാക്യങ്ങളും 14 മുതൽ 22 വരെ പറയുമ്പോൾ എന്താ ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ഓക്കെ, 2-ാം അധ്യായത്തിലേക്ക് വരാം. യുവതി യുവാക്കന്മാർ വിശേഷാൽ കുറിച്ചു കൊള്ളണം. എല്ലാ യുവതി യുവാക്കന്മാരും കുറിക്കണം. 4 പ്രധാന മുന്നറിയിപ്പുകളുണ്ട് ജീവിതത്തിൻ്റെ തലങ്ങളിൽ. വീണുപോകാതെ, താണുപോകാതെ, കുഴഞ്ഞു പോകാതെ, നാം നിത്യതയെത്തുവോളം ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുവാൻ. ലോകം കാന്തികമായി വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ജഡം നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അവയവങ്ങളിൽ വാഴുന്ന പാപരാഗങ്ങളുടെ നിയോഗങ്ങൾ നമ്മെ വല്ലാത്ത ദോഷങ്ങൾക്ക്, തിന്മകൾക്ക് നിർബന്ധിക്കുമ്പോൾ, അവയൊക്കെ ചെറുത്ത് നിൽക്കേണ്ടതിന് നമുക്ക് കരുത്തു പകരുന്ന 4 മുന്നറിയിപ്പുകൾ നിരുപാധികം അങ്ങനെ അങ്ങോട്ട് ഏറ്റെടുക്കണം. ഏതാണ് 4 മുന്നറിയിപ്പുകൾ? 1, 2, 3, 4 എന്ന 4 വാക്യങ്ങൾ ഓർത്തിരിക്കണം. ഈ 4 വാക്യങ്ങൾ ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 4 പദപ്രയോഗങ്ങൾ മറക്കരുത്. 2-ന്റെ 4-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ശുശ്രൂഷകന്മാർ ഒത്തിരി പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളത് പ്രസംഗമാക്കി മാറ്റാൻ ഞാൻ ശുപാർശ ചെയ്യും. നിങ്ങളുടെ ഇടവകയിൽ പ്രസംഗിക്കണം. കുഞ്ഞുങ്ങളെ കൂട്ടിയിരുത്തിയിട്ട് ഒരു യൂത്ത് ക്യാമ്പ് പോലെ ക്രമീകരിച്ചിട്ട് അവധി ദിവസം നോക്കി സമയോചിതമായി അവരോട് ഇടപെടണം. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രസംഗത്തിൻ്റെ 4 ചിന്തകൾ ഞാൻ തരിക. നിങ്ങളതിനെ അസ്ഥി മാംസവും മജ്ജയും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ സന്ദേശമാക്കി മാറ്റിക്കോണം. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് വീട്ടിലിരുത്തിയാണെങ്കിലും പഠിപ്പിക്കണം ഇതിനെ, ഈ 4 കാര്യങ്ങൾ. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറയുന്നു, വശീകരണ വാക്കുകൊണ്ട് ആരും നിന്നെ എന്ത് ചെയ്യരുത്? പറ, ചതിക്കരുത്. അപ്പം ചതിക്കപ്പെട്ടു പോകരുത്. എന്തിനാൽ? വശീകരണ വാക്കുകൊണ്ട്. വശീകരണ വാക്കുകൊണ്ട് ആരും ചതിക്കപ്പെടാൻ പാടില്ല. വശീകരണത്താൽ ചതിക്കപ്പെട്ടതാണല്ലോ ആദ്യം മുതലുള്ള പ്രശ്നം. തിന്നാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ദൈവത്തെ പോലെ ആകും. അങ്ങനെ പറഞ്ഞ് വശീകരിച്ചപ്പോഴാണ് അമ്മച്ചി അത് പറിച്ച് തിന്നത്. ആ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ തിന്നു, അവനും കൊണ്ടു കൊടുത്തു. അമ്മാമ്മ തിന്നതിൻ്റെ ബാക്കി ആർക്ക് കൊടുത്തു? അച്ചായന് കൊടുത്തു. എന്നേക്കാൾ ഈ തോട്ടത്തിൽ പരിചയമുള്ള ആളും ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ കർത്താവുമായിട്ട് എന്നേക്കാൾ മുമ്പേ പരിചയപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ ജീവിത പങ്കാളി. പുള്ളിക്കാരനോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയാൻ ഒരു സമയമെടുത്തില്ല. അതിനു മുമ്പേ കിട്ടിയപ്പോഴേ എന്തോ ചെയ്തു? തിന്നു. തിന്നതിൻ്റെ ബാക്കി ആർക്ക് കൊണ്ട് കൊടുത്തു? അച്ചായനും കൊണ്ട് കൊടുത്തു. മനസ്സിലായോ? അതാ എൻ്റെ സംഗതി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് കിട്ടിയാൽ 2 പേരും കൂടെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയായിരുന്നു. ഇത് പുള്ളിക്കാർ തിന്നതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് പുള്ളിക്കാരന് കൊടുത്തു. ഇത് വശീകരണത്തിൽ പെട്ടുപോയൊരു സംഗതി. അന്നു മുതൽ ഈ വശീകരണ തന്ത്രം സാത്താൻ ഇന്നും പയറ്റുന്നുണ്ട്, നമ്മളെ ചതിക്കേണ്ടതിന് വേണ്ടി. അതുതന്നെയാണ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യത്തിൽ പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. അപ്പം നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ചതിക്കപ്പെട്ടു പോകും. നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സ്മാർട്ട്നെസ്സിനെ, നമ്മുടെ സാമ്പത്തികത്തെ, നമ്മുടെ നിലയെ, നമ്മുടെ വിലയൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മളെ അവരിലേക്ക് അടുപ്പിക്കും പതിയെ.
എന്നിട്ട് അവരുടെ കാര്യം നേടാൻ അവർ തന്ത്രം മെനയും, ചിലന്തി വലകെട്ടി കാത്തിരിക്കുന്ന പോലെ. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. ആരും വശീകരണ വാക്കുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. വിവേചനത്തിൻ്റെ വരം പ്രാപിച്ചോണം, വിവേചന വരം പ്രാപിച്ചോണം. ചിലതും പലതും ഒക്കെ ആളുകൾ പറയുമ്പോൾ നമ്മൾ ഓർക്കും അവർക്ക് നമ്മളോട് അങ്ങ് ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷേ കുഴിക്കത്താക്കാൻ വേണ്ടിയുള്ള പറച്ചിലാണ്. രണ്ട് ദൈവദാസന്മാരെ നടന്നു പോകുമ്പോൾ ഒരു പെങ്കൊച്ച് പുറകെ നടന്ന് പറയുക, ഇതോ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാവചനം ഘോഷിക്കുന്നവർ, ഇവർക്ക് ചെവി കൊടുപ്പീൻ. ആരാ സംഭവം മനസ്സിലായോ? എവിടെയാ? ഫിലിപ്പിയിൽ പൗലോസും ശീലാസും കൂടെ പോകുമ്പോഴാണ് പറയുന്നത്. പൗലോസ് ഇത് കേട്ടങ്ങ് മുഷിഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ മുഷിയത്തൊന്നുമില്ല, നമുക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം ഫിലിപ്പിയൻ നമ്മളെ പരിചയമുള്ള ആരുമില്ല. ഒരു കൊച്ചു എന്നുകൊണ്ട് പറയും, മെനക്കെട്ട് പറയുക, ഏത് വഴി പോയാലും അവൾ പുറകെ നടന്നങ്ങ് പറയുക, ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ, പറയുന്ന രക്ഷാവചനമാണ്, ഇവർക്ക് ചെവി കൊടുക്കണം. നമ്മളായിരുന്നെങ്കിൽ എപ്പോൾ വാട്സപ്പ് നമ്പർ ചോദിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മോളെ നിൻ്റെ വാട്സപ്പ് നമ്പർ എന്ന് പറയുമോ, ഞങ്ങൾക്ക് അവിടെ വന്ന് പാർക്കാനുള്ള സൗകര്യമുണ്ടോ, ഞങ്ങൾ ഈ നാട്ടിൽ പരിചയമില്ലാത്തവരാണ്, നിനക്കെന്തായാലും ഞങ്ങളെക്കുറിച്ച് ഇത്രയും ബോധം ഉണ്ടായല്ലോ കുഞ്ഞെ, അതുകൊണ്ട് ഞങ്ങളും കൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വാട്സപ്പ് കണക്ഷൻ ആക്കിയേനെ അന്നേരം തന്നെ. മനസ്സിലായോ? പക്ഷേ ആത്മാവിൽ വിവേചനമുള്ള പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഭൂതമായി പറയുന്നു. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശം, ആരാധിക്കാനും അന്യഭാഷ പറയാനും ഒക്കെ. പക്ഷേ ചില കാര്യങ്ങൾ വിവേചിക്കാൻ നമുക്ക് ആത്മാവ് സഹായമായി വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ. കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ കലാകാരൻ്റെ വിരലുകൾ ഓടുമ്പോൾ ഉണ്ടാകുന്നൊരു താളമയമുണ്ടല്ലോ. വലിച്ചു കെട്ടിയ കമ്പിയിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ഒരു നാദവിസ്മയമില്ലേ? വലിച്ചു കെട്ടിയ തുകലിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ഒരു താളമേളമില്ലേ? ഇതൊക്കെ കേൾക്കും. ആ താളമേളത്തിൻ്റെ കൂടെ ശാലേൻ രാജൻ വല്ലതും ആണ് പാടുന്നതെങ്കിൽ പൊന്നച്ച പറയണ്ട, നമ്മളെ പിടിക്കാൻ 16 പേര് വേണം. പക്ഷേ ചില പരിശോധന ഘട്ടങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് പോകുന്നൊന്നും ഒരു പിടിയില്ല. അപ്പം നമ്മൾ ഈ ആത്മാവുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് പാട്ടിൻ്റെ താളമനുസരിച്ച് ചില പരീക്ഷകൾ, പരിശോധനകൾ, ചില കീഴടക്കലുകൾ വരുമ്പം നമ്മളെ കുഴിക്കകത്താക്കാൻ സാത്താൻ ഒരുക്കുന്ന ചില കുതന്ത്രങ്ങളുടെ മുമ്പിൽ ആത്മാവ് എവിടെ പോവുക? ഫിലിപ്പിയയിൽ പൗലോസിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവളെ ശാസിക്കാനും അവളിലെ ഭൂതാത്മാവിനോട് വിട്ടുപോകാൻ പറയാനും പൗലോസിന് കഴിഞ്ഞത്. അതുകൊണ്ട് ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ആത്മാവിൻ്റെ വിവേചന ശക്തി അകത്ത് വേണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരാധനാലയത്തിൽ വെറുതെ പ്രകടനം കാണിക്കാൻ വേണ്ടി, പ്രൈസ് ആൻഡ് വർഷിപ്പിന് പ്രകടനം കാണിക്കാൻ വേണ്ടി മാത്രം ശക്തി പോരാ. നീ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴും, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകുമ്പോഴും, രാത്രിയുടെ നിശബ്ദതയിലും പകലിൻ്റെ ഏകാന്തതയിലും, ഏതെങ്കിലും ഒരു മേഖലയിൽ ഒറ്റയ്ക്കാകുമ്പോഴും പാപം നിന്നിലേക്ക് വന്ന് വ്യാപിക്കപ്പെടേണ്ടതിന് സാഹചര്യമൊരുക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട്, ചില വ്യക്തികൾ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ, ചില വ്യക്തികൾ ഔദാര്യ ദാനങ്ങളുമായി വരുമ്പോൾ, ചില ഗെറ്റ് ടുഗദറുകളിലേക്ക് നിന്നെ വിളിക്കുമ്പോൾ അതിനകത്ത് തിന്മയുടെ ചതിക്കുഴിയുണ്ട്. വശീകരിക്കപ്പെട്ടു പോകാതിരിക്കാൻ ആത്മശക്തി നമ്മുടെ അകത്ത് വേണം. ഉപവാസ പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ടത് അതൊക്കെയാണ് മോനെ. 7 ദിവസം ഉപവാസമാണോ? പിന്നെ ഉപവാസമോ? എന്താ കാര്യം? പല്ലുവേദന മാറാൻ വേണ്ടിയാണ്. 7 ദിവസം പല്ലുവേദന മാറാൻ ഉപവാസമാണ്. നട്ടല്ലുവേദന മാറണം, വീക്കം, ദാക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, ഇതിനെല്ലാം കർത്താവ് എന്തോ ചെയ്യണം? സൗഖ്യം തരണം. ജലദോഷമാണ്, അത് മാറാനാണ് 7 ദിവസം. 7 ദിവസം ജലദോഷം മാറാനൊന്നും ഇരിക്കരുത്. 7 ദിവസം ഉപവാസം ഇരിക്കുന്നെങ്കിൽ ഇരിക്കേണ്ടതിൻ്റെ ആദ്യത്തെ അജണ്ട ഇതാകണം: കർത്താവേ, ചതിക്കപ്പെട്ടു പോകാതെ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എത്ര പേര് ആമേൻ പറയും? നിസാരമായ കാര്യങ്ങൾക്കൊന്നും പട്ടിണി ഇരുന്ന് ചുമ്മാ കർത്താവിനെ മെനക്കെടുത്തരുത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വിധമായി ഗൗരവമായ കാര്യമാണ്. ഒരു വശീകരണ വാക്കിന് മുമ്പിൽ ചതിക്കപ്പെടാതിരിക്കാൻ എനിക്ക് വിവേചനത്തിൻ്റെ ശക്തിയും കൃപയും തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഇനിയും 2-ന്റെ 8-ാം വാക്യം നോക്കിക്കേ, വിശദീകരിക്കാൻ നേരമില്ല. 2-ാം അധ്യായം 8-ാം വാക്യം നോക്കിക്കേ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്? കവർന്നു കളയരുത്. നമ്മൾ കവർന്നു പോകരുത്, കവർന്നു കളയപ്പെടരുത് നമ്മളാരും. മനസ്സിലായി? അത് ഗംഭീരമായിരിക്കുന്നൊരു മുന്നറിയിപ്പ്. അവനെ കവർന്നു കൊണ്ടുപോകും. നമ്മളെ കവർന്നു കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എന്തോ വെച്ചാൽ പറയുന്നത്? കവർന്നു കളയുന്നതിന് ഉദാഹരണം പറഞ്ഞാൽ എന്തുവാ? കോഴിയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ടോ? തള്ളക്കോഴിയും കുഞ്ഞുങ്ങളുടെ അടുക്കളയുടെ അതുവഴി ഇങ്ങനെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലൂടെയൊക്കെ ഇങ്ങനെ ചകഞ്ഞ് നടക്കുന്ന കണ്ടിട്ടില്ലേ? ഈ കരിയില മാറ്റി അതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ചെതലുകളെയും ചെറിയ പ്രാണികളെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്ത്, ധാന്യമണികളെയൊക്കെ കൊത്തിപ്പെറുക്കിയിട്ട് കൊടുത്ത് കുഞ്ഞുങ്ങളെ പുലർത്തുന്ന തള്ളക്കോഴിയെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു 8-10 കുഞ്ഞുങ്ങളുമായൊരു തള്ള ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ വാഴക്കയിലൊരു പുള്ളി ഇരിപ്പുണ്ട്. ഉയരത്തിൽ വാഴക്കയിലൊരു പുള്ളി ഇങ്ങനെ ഇരിപ്പുണ്ട്. കൊട്ടാരക്കരയിൽ അതിനെന്തോ പറയുന്നത്? പുള്ളെന്നൊക്കെ പറയും, ചെങ്ങാലിപ്രാവെന്നൊക്കെ പറയും. പുള്ളെന്നൊക്കെ പറഞ്ഞാൽ വല്ല കുഴപ്പമാണെങ്കിൽ ക്ഷമിക്കണം, മുൻകൂർ ജാമ്യം. ഓക്കെ, ഓരോ ദേശത്തും ഓരോരോ പേരാണ് പറയുന്നത്. അപ്പം ഈ കോഴിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സാധനം എന്തായാലും പരുന്തുണ്ട്, കാക്കയുണ്ട്, സംഗതി പുള്ള്, ചെങ്ങാലിപ്രാവ് എന്നൊക്കെയാണ് ഞങ്ങൾ പത്തനാപുരത്ത് പറയും. ഞാൻ പത്തനാപുരം സ്വദേശിയാണ്. അപ്പം ചെങ്ങാലിപ്രാവ് എന്നൊക്കെ പറയും. ഇവനിങ്ങനെ വാഴക്കയിൽ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ
ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന തള്ള വളരെ നിതാന്ത ജാഗ്രതയോടെ ആയിരിക്കുക. ചില കുരുത്തം കെട്ട കുഞ്ഞുങ്ങളുണ്ട്, തള്ള വിട്ടത് ദൂരെ 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 പോകും. എനിക്കും ചെയ്യാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് ദൂരെ ദൂരെ പോകും. അങ്ങോട്ട് ദൂരെ ദൂരെ പോകുമ്പോൾ തള്ള സിഗ്നൽ കൊടുക്കും, നോ 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 കം ബാക്ക് കം ബാക്ക്, അങ്ങനെ സിഗ്നൽ കൊടുക്കും. പക്ഷേ കം ബാക്ക് എന്ന സിഗ്നലൊന്നും കേൾക്കാതെ ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകും. കാരണം മേളെടുത്ത് നേർച്ച ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുത്തനെങ്കിലും തള്ള വിട്ട് ഇങ്ങോട്ട്, അനുസരണം കെട്ടവൻ ഇങ്ങോട്ട് വരണേ എന്നും പറഞ്ഞ് പുള്ളി നേർച്ചയൊക്കെ ഇട്ട് ഒരു കൂട് മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേളിലിരിക്കുന്നത്. അപ്പോൾ ഈ തള്ള എത്ര സിഗ്നൽ കൊടുത്താലും കുഞ്ഞ് തള്ളയുടെ അരികിലേക്ക് വരാതെ മുൻപോട്ട് തന്നെ പോകും. ഒരു ദൂരപരിധി കൃത്യമായി തനിക്ക് കിട്ടി എന്ന് ചെങ്ങാലിപ്രാവിന് ബോധ്യമായാൽ ഒരൊറ്റ ലാൻഡിങ്. ലാൻഡ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? കോഴിക്കുഞ്ഞിൻ്റെ മുകളിലോട്ടായിരിക്കും. ഒറ്റ ടേക്ക് ഓഫ്. ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഒറ്റ നിമിഷം കൊണ്ട് നടക്കും. അതുപോലൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ ഇന്ന് വരെ നാസായ്ക്ക് പോലും പറ്റിയിട്ടില്ല. അറിയാമോ? അമേരിക്കയിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പിണങ്ങരുത് എന്നോട്. നിങ്ങളുടെ നാസായ്ക്ക് പോലും പറ്റിയിട്ടില്ല ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഒരേ സമയത്ത് നടത്താനൊരു ഫ്ലൈറ്റ് ആരും ഉണ്ടാക്കിയിട്ടില്ല. ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരാണല്ലോ നമ്മളൊക്കെ. ഫ്ലൈറ്റ് കൊണ്ട് വന്ന് റൺവേയിലേക്ക് ഇറങ്ങി കുറേ ദൂരം ഓടിയിട്ടാണ് അത് വന്ന് നിൽക്കുക. പിന്നെ അത് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ പിന്നെയും കുറേ ഓടണം. ഹെലികോപ്റ്ററൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ പൊങ്ങത്തൊന്നുമില്ല. യുദ്ധവിമാനങ്ങൾ പോലും അങ്ങനെയില്ല. പക്ഷേ തമ്പുരാൻ ഇതിൻ്റെ നിർമ്മിതി ഭയങ്കരമാണ്. കണ്ടോ? ലാൻഡിങ് ഉടനെ ടേക്ക് ഓഫും കൂടെ നടക്കും. അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്ത് ഉടനെ ടേക്ക് ഓഫ് നടത്തുമ്പോൾ ഇതിൻ്റെ കൂർത്തുമൂർത്ത നഖങ്ങളിലുണ്ടാകും ഈ അനുസരണം കെട്ട കോഴിക്കുഞ്ഞ്. ഇതാണ് കവർന്ന് കളയുക. ആരാധനയ്ക്ക് വരണേ, ഉപവാസപ്രാർത്ഥനയ്ക്ക് വരണേ, ബൈബിൾ ക്ലാസ് ഉണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞാലും വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വരത്തില്ല. മോനെ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പോകരുതേ, ആ ഗെറ്റ് ടുഗദറിന് നീ കൂടല്ലേ, ആ കൂട്ടുകാരുടെ കൂടെ നീ പോകല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എത്ര മുന്നറിയിപ്പ് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അവസാനം സാത്താൻ വന്ന് അവൻ്റെ കയ്യിൽ കുരുത്തു കൊണ്ടുപോകും. സഭയിൽ നിന്ന് കവർന്നു കളയും, വീട്ടിൽ നിന്ന് കവർന്നു കളയും, മാതാപിതാക്കളുടെ അരികിൽ നിന്ന് കവർന്നു കളയും, വിശുദ്ധിയുടെ പ്രമാണങ്ങളിൽ നിന്ന് കവർന്നു കളയും. കണ്ടോ? കൂട്ടായ്മയിൽ നിന്നെ കവർന്നു കളയും. അങ്ങനെ കവർന്നു പോയ ഒത്തിരി എണ്ണമുണ്ട്. പൊന്നെ പൊടിയെന്ന് വളർത്തി വലുതാക്കി അമ്മയുടെ കയ്യിൽ നിന്ന് കവർന്നു കൊണ്ടുപോയി മിടുക്കം പിള്ളേർ. കണ്ടോ? അപ്പൻ്റെ കയ്യിൽ നിന്ന് കവർന്നു കൊണ്ടുപോയി മിടുക്കി പെൺപിള്ളേർ. മനസ്സിലാകുന്നുണ്ടോ? എനിക്കവളെ മതി, എനിക്കവനെ മതി എന്നൊക്കെ പറഞ്ഞിറങ്ങി വീടിൻ്റെ അന്തസ്സ് നോക്കാതെ, മാതാപിതാക്കളുടെ അന്തസ്സ് നോക്കാതെ ഇങ്ങനെ കവർന്നു കളയപ്പെട്ട നിരവധി ആളുകളുണ്ട്. ലേഖനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്, ആരും നിന്നെ കവർന്നു കളയരുത്. ആദ്യം പറഞ്ഞ എന്തുവാ? ചതിക്കപ്പെടരുത്. രണ്ടാമത് പറയുന്നത് എന്തുവാ? കവർന്നുകൾ. അതാ ഗ്രേറ്റ് വാർണിങ്സ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സംഗതി നോക്കിക്കാൻ എൻ്റെ 16-ാമത് വാക്യം. മൂന്നാമത്തെ മുന്നറിയിപ്പാണ് 16-ാം വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആരും നിങ്ങളെ വിധിക്കരുത്. ശബത്ത്, വാവ്, പെരുന്നാള്, തിരുനാള് എന്നിവയുടെ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കാൻ പാടില്ല. നമ്മൾ വിധിക്കപ്പെടേണ്ടവരല്ല. ലോകം നമ്മളെ വിധിക്കരുത്. നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാരും നമ്മളെ വിധിക്കരുത്. നീ എന്താ ഇങ്ങനെ, നീ എന്താ ഇത് കൊടുത്തോണ്ട് നടക്കുന്നത്, നീ എന്താ ഇത് കഴിക്കുന്നത്, നീ എന്നാ ഈ സ്ഥലത്ത് നിൽക്കുന്നത്, നീ എന്നാ അവരുടെ കൂടെ പോയേ, നീ എന്നെ ആരാധനയ്ക്ക് വരാഞ്ഞ്, ഇതൊന്നും ചോദിച്ച് നമ്മളെ എന്തോ ചെയ്യരുത്, വിധിക്കാൻ പാടില്ല. വേറൊരാളുടെ വിധിയിൽ നമ്മളായി പോകരുത്. ദൈവ പൈതലിനൊരു അന്തസ്സ്, ഒരു അഭിമാനം, ഒരു ആഭിജാത്യമുണ്ട്. കണ്ടോ? ജീവിതത്തിലൊരു സുതാര്യതയുണ്ട്, ജീവിതത്തിലൊരു സുസ്ഥിരതയുണ്ട്, ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു സംസ്കാര തനിമയുണ്ട്, ജീവിതത്തിൽ ആദർശമുണ്ട്, ജീവിതത്തിൽ സാൻമാർഗിക മൂല്യങ്ങളുണ്ട്, ധാർമ്മിക മൂല്യങ്ങൾ കൈമോശം വരുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാളിനെ ആരും എന്ത് ചെയ്യത്തില്ല? വിധിക്കത്തില്ല. ചിലരെയൊക്കെ നമ്മൾ അരുതരുതാത്ത ഇടങ്ങളിൽ കാണുന്നുണ്ട്, അരുതരുതാത്തവരുമായി കൂടെ കാണുന്നുണ്ട്, അരുതരുതാത്ത മേഖലകളിൽ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? പേരിന് വേണ്ടി ആത്മീകനാണെന്ന് ബാഹ്യപ്രകടനങ്ങൾ, പക്ഷേ ആന്തരികമായി ദൈവവുമായിട്ട് രമ്യതയില്ല. ആന്തരിക രമ്യത കർത്താവുമായിട്ടില്ല, ആന്തരിക രമ്യത സഭയുമായിട്ടില്ല, ആന്തരിക രമ്യത കൂട്ടായ്മയുമായിട്ടില്ല. പിന്നെ 2-3 ആഴ്ചയൊക്കെ മുടങ്ങിപ്പോയ പാസ് തിരക്കി വരുമെന്നുള്ള പേടി കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് തല കാണിച്ചിട്ട് പോവുക. അങ്ങനെയുള്ളവരൊക്കെ വിധിക്കപ്പെട്ടു പോകും. പക്ഷേ ഏത് കോടതിയിൽ വിധിച്ചാലും നാം വിധിക്കപ്പെടരുത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ്. അവൻ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത, പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ശതാധിപൻ പറയുന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. രാത്രി സ്വപ്നം കൊണ്ട് അസഹ്യത അനുഭവിച്ച പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, ആ നീതിമാന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യരുത്? ഇടപെടാൻ പാടില്ല. കാരണം യേശുവിനെ വിധിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. അതാണ് യഥാർത്ഥ ക്രൈസ്തവീകത, അതാണ് ആത്മീകത, അതാണ് ക്രിസ്ത്യാനിത്വം എന്നൊക്കെ പറയുന്നു. അതാണ് യഥാർത്ഥ ക്രിസ്ത്വാനുഭവം എന്നൊക്കെ പറയുന്നു. ക്രിസ്ത്യജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഇത് പാടുമ്പോൾ നമ്മുടെ ഒരു ആവേശം കണ്ടിട്ടുണ്ടോ? പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് പാപ്പച്ചൻ, കറിയാച്ചൻ, അന്നമ്മ, ജിന്നമ്മ, മേഴ്സി, ശോശാമ്മ, ഷൈനി, എബി, മാത്യു എന്നുള്ള പേര് കിട്ടിയത് മാത്രമല്ല, എബനേസർ, പെനിയൽ, തെക്കേ വീട്ടിൽ, കുരിശുമൂട്ടിൽ, പള്ളി വീട്ടിൽ എന്നൊക്കെ പേരും കൂടെ കേട്ടാൽ മൂത്ത ക്രിസ്ത്യാനിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്
യേശു അകത്തുണ്ട്. യേശുവിനെ പോലെ ജീവിക്കുന്നു. യേശു വിധിക്കപ്പെടാത്തതുപോലെ മറ്റാരാലും വിധിക്കപ്പെടാതെ ജീവിതത്തിൻ്റെ സ്വഭാവ മൂല്യങ്ങൾ. നമ്മുടെ രാത്രികൾ ദൈവത്തിന് പ്രസാദമാകണം. നമ്മുടെ പകലുകൾ ദൈവത്തിന് പ്രസാദമാകണം. വേദപുസ്തകം കൊണ്ട് നീ ഇരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാകണം. മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് തലയും കുനിച്ച് പിടിച്ചിരിക്കുമ്പോഴും ദൈവത്തിന് പ്രസാദമാകണം. അങ്ങനൊരു ജീവിതമാണ് വിധിക്കപ്പെടാത്ത ജീവിതം. അയ്യോ, ആ മോൻ ഭയങ്കര പാട്ടാ, ആ മോള് ഭയങ്കര ആരാധനയാണ് കേട്ടോ. പക്ഷേ ആരാധന കഴിഞ്ഞ് പിന്നെ 24 മണിക്കൂറും മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയില്ല. എന്നാ കണ്ടുകൊണ്ടിരിക്കാമെന്ന് ഒരു പിടിയില്ല. എന്നാ കുഞ്ഞ് നീ ഇങ്ങനെ 24 മണിക്കൂർ ഈ മൊബൈൽ കൂടെ എടുത്ത് വെച്ച് നോക്കുന്നതാണ്. കൂടെ എടുത്ത് വെച്ച് നോക്കുന്ന എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഇപ്പോഴാരാണ് മെസ്സേജ് അയച്ച്, ഫേസ്ബുക്കിൽ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഇതിനകത്ത് ഇപ്പോഴാരാ അങ്ങോട്ട് അയച്ചു. അപ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും എടുത്തെടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഈ ഭാഗ്യപ്രകടനങ്ങളിൽ ആത്മീയത കാണിക്കുമ്പോഴും ദൈവപ്രസാദമല്ലാത്ത ചില ഇടപാടുകൾ ജീവിതത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ആരും നമ്മളെ വിധിക്കരുത്, ആരും വിധിക്കരുത്. എന്തോന്നാടി രാവിലെ മുതൽ ഈ മൊബൈൽ ഫോണിനകത്ത് ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു? ഒന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഒന്നിരുന്ന് വേദവസം വായിച്ചുകൂടെ? എന്നൊക്കെ ചോദിക്കുന്നതാണ് ഈ വിധിക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആരും കേൾക്കാതെ മാറി അങ്ങ് ദൂരെ പോയി നിന്ന് സംസാരിക്കേണ്ടി വരുമ്പം അതെന്നെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ കുഴപ്പം എന്നാരെങ്കിലും ചോദിച്ചാൽ അതാണ് ഈ വിധിക്കപ്പെടുക എന്നൊക്കെ പറയും. നിങ്ങൾ എന്നാത്തിനാ മനുഷ്യൻ നിങ്ങളുടെ മൊബൈൽ ഫോണിന് പാസ്വേഡ് ഇട്ടേക്കുന്നതെന്ന് ഭാര്യ ചോദിക്കുന്നെങ്കിൽ അതാണ് ഈ വിധിക്കപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അത്യാവശ്യം എടുത്തൊരു കോള് എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലല്ലോ. എം വരച്ചു, ഓ വരച്ചു, കെ വരച്ചു, എൽ വരച്ചു, കുറുക വരച്ചു, നെടുക വരച്ചു, ഗുണം വരച്ചു, പ്ലസ് വരച്ചു, പിന്നെ അതും ഇതും എല്ലാം വരച്ചു. ഇപ്പം ഇത് അനങ്ങുന്നില്ല, ഹാങ്ങായെന്ന്. മനസ്സിലായി? ഇതാണ് വിധിക്കപ്പെടുക. ഇവിടെ ഭാര്യ എടുത്ത് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തിനാണെന്ന് ആത്മീയൻ ഒരു പാസ്വേഡ് അത് പറ. അപ്പം എന്തോ കുലുമാലുണ്ടെന്നുള്ളതാണ് ഈ ദിവസം. ഒരു സഹോദരി ഒരു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നേരെ അവരുടെ പാസ്വേഡ് കൊണ്ടുവന്നു. സംഭവം കേട്ടോണം. ഒരു പാസ്വേഡ് കൊണ്ടുവന്നു. പക്ഷേ ഇത് എൻ്റെ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ. വിവശയായിട്ട് പറയാം, ഭർത്താവിൻ്റെ മൊബൈൽ. എന്തിനാ ആൻറ്റി അത് പാസ്വേഡ് ഒന്ന് തുറന്നു തന്നേ? ഇപ്പോൾ ഒരു കോള് വന്നു, അങ്ങനെ മാറി നിന്ന് സംസാരിക്കുക. ആരാന്ന് എനിക്കറിയണം, ആരാണ് ആ നമ്പർ എനിക്കറിയണം. പുള്ളി ആ പടം നോക്കിയിട്ട് ഇത് തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ പുള്ളി ഓടി പരവേശപ്പെട്ട് വരിക. ഭാര്യ പാസ്വേഡ് എടുത്തോട്ടാ പോയെന്ന് അറിഞ്ഞപ്പോൾ സംഗതി ഉരുമാലാകുമെന്ന് അറിയും. പുള്ളിയും പുറകെ വന്നു. പാസ് പറഞ്ഞു, പറ എന്തോ ഇതിൻ്റെ പാസ്വേഡ് എന്തോ നീ പറ, ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. എന്തായാലും ഭാര്യ ന്യായമായൊരു കുറ്റം ആരോപിക്കുമ്പോൾ അതിൻ്റെ വസ്തുത അറിയണമല്ലോ. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ഞാൻ പറയത്തില്ല. പറ എന്താണ് ഇതിൻ്റെ പാസ്വേഡ്? അത് വീട്ടുപേര് എബനേസർ അടിച്ചു നോക്കിയിട്ട് എബനേസർ തുറന്നത്. ഭാര്യയുടെ പേര് അടിച്ചു നോക്കി, അതും തുറക്കുന്നില്ല. പുള്ളിയുടെ പേര് അടിച്ചു, മൂത്ത ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു നോക്കി, ഇതെന്നിട്ടൊന്നും തുറക്കുന്നില്ല. അപ്പോൾ പാസ്റ്റർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു, എന്നോട് കളിക്കരുത്, ഞാൻ നിൻ്റെ പാസ്റ്ററാണ്. എത്ര വർഷങ്ങളായി ഞാൻ നിൻ്റെ ഇടവകയുടെ പാസ്റ്ററാണ്, എന്നോട് കളിക്കരുത്. പറ എന്തുവാ ഇതിൻ്റെ പാസ്വേഡ് എന്തുവാ? അപ്പോൾ പുള്ളി പറയാ, പാസ് ഞാൻ പറഞ്ഞെങ്കിൽ അത് തുറക്കുള്ളൂ. എന്നാ പറ. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറയാൻ പറഞ്ഞു. അദ്ദേഹമൊക്കെ എടുത്തു വെച്ചിട്ട് സ്തോത്രം, മൊബൈൽ ചുണ്ടോട് അടുപ്പിച്ച് സ്തോത്രം പറയുമ്പോഴേ ഇത് ഓപ്പൺ ആവുള്ളൂ. എന്നെ വിദഗ്ധനാണ് നോക്കണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, വിധിക്കപ്പെടരുതാരാലും. 4 ചോദ്യം ചോദിക്കുമ്പോൾ ചളുങ്ങി ചുളുങ്ങി ആകെപ്പാടെ ഒരുമാതിരി വല്ലാത്ത പരുവത്തിൽ ചേമ്പുന്താൾ വാടുന്ന പോലെ വാടരുത്. എൻ്റെ മൊബൈൽ ഇവിടെ ഇരിക്കുന്നു, എടുത്ത് ഒരു കോള് വന്നല്ലോ ഒന്നെടുത്ത് എന്ന് പറയാൻ എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? ഞാൻ ഇന്ന് രാവിലെ മുതൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ മൊബൈൽ കൊണ്ടുപോയാലും ഇത് വിളിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മൊബൈൽ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ മൊബൈൽ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ഭാര്യയുടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ ഈ സാധനം? മൊബൈൽ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ സിം ഒരു പോക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞാൽ, ആക്ടിവേറ്റ് ആയി മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പോകാൻ പറ്റുമോ? ഭർത്താവിൻ്റെ കയ്യിൽ ഈ സൂത്രം ഏൽപ്പിച്ചിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നമുക്ക് പറ്റുന്നില്ല പലർക്കും. എല്ലാവർക്കുമല്ല, പലർക്കും പറ്റുന്നില്ല. കാരണം എന്തൊക്കെയോ നിഗൂഢതകൾ ബാക്കി. പപ്പയുടെയും മമ്മിയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് യോഗത്തിന് വരാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? കോളേജിൽ പോകാൻ പറ്റുമോ? അഥവാ പറ്റിയാലും അവരാവുന്ന തലയും കുത്തി നിന്നാൽ ഇതിൻ്റെ ലോക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പനും അമ്മയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു ലോക്ക് സിസ്റ്റം എന്തിനാണെന്ന് പറ, വിധിക്കപ്പെടുന്നേ. അതാണ് ഇതിൻ്റെ വസ്തുത. ഉപവാസ പ്രാർത്ഥനയിൽ ഈ ലോക്കെല്ലാം അഴിയണം. കെട്ടുപൊട്ടണേ എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ കെട്ടിവെച്ചിട്ടായി കെട്ടുപൊട്ടണേ എന്ന് പറയുന്നത്. നമ്മൾ കെട്ടിവെച്ചിരിക്കുക, ഭാര്യ അറിയരുത്, ഭർത്താവ് അറിയരുത്, മക്കൾ അറിയരുത്, മാതാപിതാക്കൾ അറിയരുതെന്ന് പറയുന്നത് നമ്മൾ തന്നെ ലോക്കിട്ട് കെട്ടിവെച്ചേക്കുക. എന്നിട്ട് കെട്ടടി വട്ടമിട്ട് പോരാടുന്ന കെട്ടുകൾ മുഴുവൻ കർത്താവ് അഴിക്കട്ടെ എന്ന് പറഞ്ഞ് ജയം ജയ ഹല്ലേലൂയ പാടുന്നത്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ആദ്യം നമ്മൾ അന്യായ ബന്ധനങ്ങൾ എന്തോ ചെയ്യണം? എന്നോട് വിരോധമൊന്നുമില്ല, ഒരു സ്വോത്രം പറ. ആമേൻ, പ്രൈസ് ദി ലോർഡ്.
ചിലരുടെ മുഖം എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ പുള്ളി വല്ല ഗോലിയാത്തിനെ കുറിച്ച് വല്ലതും പറയാതെ എന്തോ ഈ പറയുന്നതെന്നാ. ഗോലിയാത്ത് ഏലിയാവോ ഒക്കെ ആണെങ്കിൽ 400 കന്യഭാഷയൊക്കെ പറയാൻ നമുക്കൊരു സന്തോഷമാവുമല്ലോ. ഗോലിയാത്തിനോട് ഞാൻ ഗത്തിപ്പോയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാവീദിനോട് കിന്നരം വായിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ യേശുവിനെ കൊണ്ട് ഇവിടെ നിൽക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിൻ്റെ മുൻപാകെ നമ്മൾ വിധിക്കപ്പെടരുത്. കൂട്ടുവിശ്വാസിയുടെ മുമ്പിൽ, നാട്ടുകാരുടെ, വീട്ടുകാരുടെ, കൂട്ടുകാരുടെ ഒന്നും മുമ്പിൽ നമ്മൾ വിധിക്കപ്പെടരുത്. അതാണ് പറയുന്നത്. നീ കഴിക്കുന്നത്, കുടിക്കുന്നതും ഉടുക്കുന്നതുമെല്ലാം ദൈവത്തിന് പ്രസാദമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളും ദൈവത്തിന് പ്രസാദമാകണം. അങ്ങനെയാണെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. ഓക്കെ, അടുത്ത 4ാമത്തെ മുന്നറിയിപ്പ് നോക്കി. 18-ാം വാക്യം, 2:18 പറയുന്നു, ആരും നിന്നെ കവർന്നു കളയരുത്. ആരും നിന്നെ കവർന്നു കളയരുത്. അതാണ് കവർന്നു കളയരുന്നല്ല, വിരുത് തെറ്റിക്കരുത്. 18-ാം വാക്യം, തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവരാരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. എന്നെ ശ്രദ്ധിച്ച് കേട്ടു. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. താങ്കൾ മെൽബണിലാണോ, സിഡ്നിയിലാണോ, അമേരിക്കയിലാണോ, UK-യിലാണോ, ജർമ്മനിയിലാണോ, അർജൻറ്റീനയിലാണോ, എവിടെയാ, ന്യൂസിലാൻഡിലാണോ, എവിടെയായാലും കുഴപ്പമില്ല. GCC വേൾഡിൽ എവിടെയെങ്കിലുമാണോ, അതോ ഇന്ത്യയിലെ കോസ്മോപൊളിറ്റൻ സിറ്റികളിൽ എവിടെയെങ്കിലുമാണോ, അതോ കേരളത്തിൽ തന്നെ ഉണ്ടോ, കൊട്ടാരക്കരയിൽ തന്നെ ഉണ്ടോ? കേട്ടോണം ഒരു കാര്യം, നമുക്കൊരു വിരുതുണ്ടെന്ന്, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, പൂരിപ്പിക്കാൻ നമുക്കൊരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ, ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപേ നിന്നെ മലർത്തിയടിക്കാൻ, കീഴ്മേൽ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ചില പോരുകളുണ്ട്. ആ പോരുകൾക്ക് വിട്ടുകൊടുക്കരുത് ഒരിക്കലും നമ്മളെ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ യേശുവാണ് നമ്മുടെ തല. ആ തലയോട് യുക്തമായി ഏകീഭവിക്കണം. ആ തലയിൽ നിന്ന് ആവേഗ നിയോഗങ്ങളെ സ്വീകരിക്കണം. എന്നിട്ട് ആത്മീയ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ആത്മീയ ശക്തിയോടെ മുൻപോട്ട് കുതിക്കാൻ നമുക്ക് കഴിയണം. അതെത്ര ശ്രേഷ്ഠകരമായ കാര്യം. അപ്പം വിരുത് തെറ്റിപ്പോകരുത്. യേശുവിൻ്റെ കൂടെ മുട്ടിത്തട്ടി ഒരുമിച്ചാരി നടന്നിരുന്ന ഒരു പുള്ളിയെ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത്. അറിയാമല്ലോ ആരാ? അധ്യക്ഷനായി തെരഞ്ഞെടുത്ത യൂദ. അധ്യക്ഷനായിട്ടാണ് യൂദയുടെ തെരഞ്ഞെടുപ്പ്. പത്രോസ് 1-ാം അധ്യായത്തിൽ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തിയിൽ അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുവൻ ഏൽക്കട്ടെ എന്ന സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ യൂദായെ ആരായിട്ട് തിരഞ്ഞെടുത്താണ്? അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തതാണ്. അവനാണ് 30 വെള്ളിക്കാശിന് ഗുരുവിനെ പണയപ്പെടുത്തിയത്. എന്നിട്ട് വിരുത് തെറ്റിപ്പോയി. മനസ്സിലായില്ലേ? വിരുത് തെറ്റിപ്പോയി, അങ്ങേയറ്റം എത്തിയില്ല. അനന്യാസ് സഫീറയും യെരുശലേം ടൗൺ ചർച്ചിൻ്റെ വിശ്വാസികളായിരുന്നു. യെരുശലേം ടൗൺ ചർച്ചിലെ വിശ്വാസികൾ. അനന്യാസ് സഫീറ ദാമ്പത്യം പൊലിഞ്ഞുപോയി. വിരുത് തെറ്റിപ്പോയി. അവർക്ക് അങ്ങേയറ്റം എത്താൻ പറ്റിയില്ല. ടാസ്ക് തികയ്ക്കാൻ പറ്റിയില്ല. ടാസ്ക് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പൗലോസ് എന്ന കൃപാവര പ്രാപ്തനോടൊപ്പം നടന്നിരുന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ചു പോയി. അവന് ടാസ്ക് പൂരിപ്പിക്കാനായിട്ട് പറ്റിയില്ല. ഹുമനയോസും ഫിലേത്തോസും അവരുടെ വിശ്വാസ കപ്പൽ തകർന്ന് തരിപ്പണമായി പോയി. അങ്ങെത്താൻ പറ്റിയില്ല. ഉണ്ടോ? ഏലിയാവിൻ്റെ കൂടെ, എലീശായുടെ കൂടെ നടന്നിരുന്ന ഗേഹസി ടാസ്ക് പൂരിപ്പിക്കുന്നതിന് മുമ്പ് തകർന്നു പോയവർ. ഇങ്ങനെ ഒത്തിരി സാക്ഷികൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഇന്ന് രാത്രി പറ, കർത്താവേ, വിരുത് തെറ്റിക്കുന്ന സകല ശക്തികളോടും ചേർത്ത് നിൽക്കുവാൻ എന്നെ പ്രാപ്തമാക്കണമേ. എനിക്ക് തികയ്ക്കണം എൻ്റെ ടാസ്ക്. എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് തികയ്ക്കണം. ഇടയ്ക്കിട്ടിട്ട് പോകാൻ പാടില്ല. എനിക്കങ്ങെത്തണം. ഏറ്റവും ഒടുവിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം പിഴച്ചുപോയി എന്നല്ല പറയുന്നത്, പിന്നെ ഓട്ടം തികച്ചു. ഇത് പറയാൻ കഴിയണം. അതാണ് വിരുത് തെറ്റിക്കരുത് ആരും. അതിനുള്ള ആർജവത്വമാണ് ഉപവാസ പ്രാർത്ഥനയിലൂടെ നമ്മൾ നേടേണ്ടത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഇതാണ് 2-ാം അധ്യായം. 3-ാം അധ്യായം പറഞ്ഞ് നിൽക്കാൻ എനിക്ക് നേരമില്ല. നമ്മുടെ സമയം തീരാറായെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അല്പസമയം കൂടെ. ഈ 3-ാമത്തെ അധ്യായം സ്നാനാനന്തര ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ അനുഭവമാണ്. സ്നാനാനന്തര ജീവിതം. പ്രൈസ് ദി ലോർഡ്. സ്നാനാനന്തര ജീവിതത്തിൻ്റെ ഗംഭീരമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ. സ്നാനപ്പെട്ടു എന്നുള്ളതല്ല പ്രധാനം, പിന്നെ സ്നാനാനന്തര ജീവിതം വിജയകരമായി നയിക്കണം. 1-ാം അധ്യായത്തിൽ പറയുന്നു ഉയരത്തിലുള്ള ചിന്തിക്കണം. 2-ാം അധ്യായം 1-ാം അധ്യായമല്ല, 3-ന്റെ 1-ാം വാക്യം പറയുന്നു. 3-ന്റെ 1-ാം വാക്യം പറയുന്നു ഉയരത്തിലുള്ളത് ചിന്തിക്കണം. 3-ന്റെ 2-ാം വാക്യം പറയുന്നു ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് KJV ബൈബിൾ പറയുന്നത് സെറ്റ് യുവർ മൈൻഡ് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെടണം. നമ്മൾ ക്രിസ്തുവിൽ അങ്ങ് സെറ്റാകണം. അങ്ങനെ വരുമ്പോൾ ആകുലതകൾ, വ്യാകുലതകൾ, ഉത്കണ്ഠകൾ, പ്രാരാബ്ദങ്ങൾ, പരിദേവനങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കത്തില്ല. എങ്ങനെയാകും, എന്താകും എന്നൊന്നും ഓർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല. നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ മനസ്സും കൂടെ ഒരുമിച്ച് സമഞ്ജസമായിട്ട് അങ്ങ് സമ്മേളിക്കുമ്പോൾ കർത്താവ് എന്ന തലയിൽ നിന്നും നമുക്ക് യുക്തമായ നിയോഗങ്ങൾ ലഭിക്കപ്പെടും. എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, എവിടെ പോകണം, പോകരുത്, എന്താകണം, എന്തായിക്കൂടാ, ഏതാണ് നിർണായകമായ തീരുമാനം, ഇതൊക്കെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിത്തരും. അങ്ങനെ നമുക്ക് വിജയകരമായി മുൻപോട്ട് പോകാൻ പറ്റും. 5-ാം വാക്യം നോക്കിക്കേ. 3-ന്റെ 5 മരിപ്പിക്കണം ചില
ദുർബലമായിരിക്കുന്ന ദുശീല ദുർഗുണങ്ങളെ നാം മരിപ്പിക്കണം. അതിലെ ക്രിയാപദങ്ങൾ ശ്രദ്ധിക്കണം. ഉയരത്തുള്ളത് ചിന്തിക്കണം, ഉയരത്തുള്ളത് അന്വേഷിക്കണം. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ചിലതിനെ മരിപ്പിക്കണം. 5-ാം വാക്യം, മരിപ്പിക്കണം. അവിടെ മരിപ്പിക്കണമെന്ന് പറയുന്ന കുറേ ദുശീലങ്ങളുണ്ട്, മനസ്സിലായോ? അടുത്ത 8-ാം വാക്യം പറയുന്നത് ഉരിഞ്ഞുകളയണം. കണ്ടോ? വിട്ടുകളയണം. 8-ാം വാക്യം. 9-ാം വാക്യം പറയുന്നത് ഉരിഞ്ഞുകളയണം. 10-ാം വാക്യം പറയുന്നു ധരിക്കണം. 13-ാം വാക്യം പറയുന്നു ക്ഷമിക്കണം. കണ്ടോ? ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് ഉപവാസമല്ലേ, അപ്പോൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ. ഈ 3-4 അധ്യായങ്ങൾ വായിക്കണം. ഒരു നല്ല ഭാര്യയാകുന്ന എങ്ങനെയാണ്, ഒരു നല്ല ഭർത്താവാകുന്ന എങ്ങനെ, ഒരു നല്ല മകളാകുന്ന എങ്ങനെ, മകനാകുന്ന എങ്ങനെ, നല്ലൊരു വേലക്കാരനാകുന്ന എങ്ങനെ, നല്ലൊരു ജോലിക്കാരനാകുന്ന എങ്ങനെ, നല്ലൊരു യജമാനനാകുന്ന എങ്ങനെയാണ്. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ 3-4 അധ്യായങ്ങൾ ധാരാളമായി നൽകി തന്നിട്ടുണ്ട്. ഇത് സ്നാനപ്പെട്ടവരോടുള്ള ഉപദേശമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. കൊലോസ്യ ലേഖനത്തിൻ്റെ മുഖവര മാത്രമേ ആയുള്ളൂ. അപ്പോഴേക്കും സമയം ഇത്രയുമായെങ്കിൽ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളൂടെ ഞാൻ നൽകിത്തരാം. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. അപ്പം നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം നമ്മുടെ ജീവിതം നയിക്കണം. ശുശ്രൂഷകന്മാർ ആ ശുശ്രൂഷ നിവർത്തിക്കേണ്ടത് വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണമാണ്, കാശിനൊത്തവണ്ണമല്ല. റിയാലും ദിർഹവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും റുപ്പീസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാം. ആ സാമ്പത്തിക ഉന്നതി കൊണ്ടല്ല നമ്മുടെ ആത്മീയ ജീവിതം നയിക്കേണ്ടത്. സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കിട്ടിയ ഭൂമികയുടെ വിസ്തൃതി വലുതായിരിക്കാം, അതുമൂലമല്ല നമ്മുടെ ആത്മീയ ജീവിതം പണിതുറപ്പിക്കേണ്ടത്. ബന്ധുബലവും സ്വാധീനതയും ഉണ്ടാകാം. പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് പടപടപടപടാന്ന് 10 നമ്പർ ഡയൽ ചെയ്താൽ കളക്ടറടക്കം വമ്പൻ താരങ്ങളെ നമുക്ക് മറുതലയ്ക്കൽ കിട്ടിയെന്നിരിക്കാം. അതൊന്നുമല്ല നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തിൻ്റെ ആധാരം. പിന്നെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. ആഹാബിൻ്റെ രഥചക്രങ്ങളുടെ മുൻപേ കയറി ഏലിയാവ് ഓടുന്നത് അവൻ്റെ അപ്പന്യ ഗുണമല്ല, തറവാടിൻ്റെ മഹത്വമല്ല. ഏലിയാവ് ഭയങ്കര കായികാഭ്യാസി ആയതുകൊണ്ടൊന്നുമല്ല, ഒളിമ്പ്യൻ ചാമ്പ്യൻ ആയതുകൊണ്ടൊന്നുമല്ല. രഥത്തിൻ്റെ മുൻപേ കയറി ഓടുന്നത് അവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ടാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചില ശക്തിയുടെ വ്യാപാരമാണ്. ഏറ്റെടുക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ആഹാബിൻ്റെ രഥത്തിൻ്റെ പിന്നിലല്ല, ആഹാബിൻ്റെ ഔദാര്യം കൊണ്ട് രഥത്തിനകത്തുമല്ല, ആഹാബിൻ്റെ രഥങ്ങളെ പിന്നിലാക്കിയിട്ട് അതിൻ്റെ മുൻപേ കയറി ഓടുവാനുള്ള ഒരു പുത്തൻ ശക്തിയുടെ വ്യാപാരം ദൈവം നമുക്ക് നൽകി തരുന്നു. അത് സാമ്പത്തികം കൊണ്ട് സാധ്യമല്ലെന്ന്, അത് നമ്മുടെ ബന്ധുബലം കൊണ്ട് സാധ്യമല്ല. യെസ്, അറിയാമോ പ്രിയപ്പെട്ടവരെ, അറിയാമോ നിങ്ങൾക്ക്? ഈ കർമ്മേലിൽ നിന്ന് രാജാവിൻ്റെ കൊട്ടാരം വരെ 27 മൈൽ ദൂരമുണ്ട്. കിലോമീറ്റർ അല്ല, 27 മൈൽ ദൂരം. ആ രഥത്തിൻ്റെ ഒരു വശത്ത് 3 കുതിര, മറുവശത്ത് 3 കുതിര, അങ്ങനെ 3 6 കുതിര കെട്ടിയ രാജരഥം. കണ്ടോ? മതപരമായി ചടങ്ങിന് വരുമ്പോൾ വിശേഷ രഥവുമായിട്ടാണ് വരിക. ആ രഥം അങ്ങനെ ഓടിപ്പോകത്തക്ക നിലയിലുള്ള രാജപാതയുണ്ട്, രാജകൊട്ടാരം മുതൽ അങ്ങ് കർമ്മേലിലെ ക്ഷേത്രം വരെ. ആ ക്ഷേത്രത്തിലാണ് ഏലിയാവിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുവാൻ ഈ പ്രവാചകന്മാരെത്തുമ്പോൾ അതിൻ്റെ നേതാവായിട്ട് ആഹാബ് എത്തിയത്. പക്ഷേ മുഴങ്കാലിൽ തലയിട്ട് പ്രാർത്ഥിച്ച ദൈവദാസൻ, പച്ചമണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചവൻ കണ്ട ദർശനം, ഒരു വലിയ മഴ പെയ്യാൻ പോകുന്നു. ആ മഴ നിന്നെ തടയാതിരിക്കേണ്ടതിന് പൊക്കോളം പറയുമ്പോൾ 3 6 കുതിരകളെ കിട്ടിയ രഥത്തിനകത്ത്, രാജകീയ രഥത്തിനകത്ത് കയറി ഒറ്റ പോക്ക് പോവുകയാണ് അവൻ. മനസ്സിലാകുന്നുണ്ടോ? ആഹാബും ഇസബേലും കൂടെ തെളിയിക്കുന്ന രഥചക്രങ്ങളുടെ മുൻപേ കയറി ഓടാൻ ഇസ്രായേൽ വേറെ ആരുമില്ല, ദൈവശക്തി പ്രാപിച്ച ഏലിയാവും മാത്രമാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഒറ്റയാൻ പട്ടാളമായി നിന്നെ മുന്നോട്ട് കുതിപ്പിക്കേണ്ടതിന് ചില പോരുകളുടെ ശക്തികൾ പിന്നിലാക്കി, ദേശത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ചരടുവലിക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളെ പിന്നിലാക്കി അതിൻ്റെ മുൻപേ കയറി ഓടാൻ കഴിയുന്ന ഒരു കരുത്ത് കർത്താവ് തരാൻ പോകുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന, ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്ക് ഹല്ലേലൂയ. ഇതുവരെ ആരാണ്ടൊക്കെ ഔദാര്യത്തിലാണ് ജീവിച്ചതെങ്കിൽ ആ ഔദാര്യത്തിൻ്റെ ഇടപാട് കർത്താവ് അവസാനിപ്പിച്ചിട്ട് അതിന് മുൻപേ കയറി പോകാൻ. ഹല്ലേലൂയ. എത്ര പേർ അതിൻ്റെ ആത്മീക ആശയത്തെ ഏറ്റെടുക്കുന്നുണ്ട്? ആരാണ്ട് തന്നതുകൊണ്ട്, ആരാണ്ട് ഉടുപ്പിച്ചത് കൊണ്ട്, ആരാണ്ട് താങ്ങി നടത്തിയത് കൊണ്ട്, അങ്ങനെ ആരാണ്ടറെ ഔദാര്യം കൊണ്ടാണ് ജീവിച്ചതെങ്കിൽ ആ ഔദാര്യത്തിൻ്റെ അകത്തല്ല നീ, ഔദാര്യത്തിൻ്റെ പുറകിലല്ല, ആ രാജരഥത്തിൻ്റെ മുൻപേ കയറി പോകാൻ. പ്രൈസലോ. അതിനകത്തിരുന്നു കൊണ്ട് അവൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നഗ്നപാതനായി ഓടുന്നു, മഴ വരാൻ പോകുന്നു, നീ ഇവിടെ തടയപ്പെടാതിരിക്കാൻ പൊക്കോളം പറഞ്ഞ ആ ഉപദേശി തന്നെ മുൻപേ കയറി പോകുന്നു. രഥത്തിനകത്ത് കയറിയ ഉപദേശിയും കൂടെ അവിടെ കൊണ്ട് ഇറക്കിയേക്കാം. 27 മൈൽ താണ്ടി പോണ്ടേ, അവിടെ കൊണ്ട് ഇറക്കിയേക്കാമെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ രാജാവെന്ന നിലയിൽ ആഹാബ് കാണിക്കാതിരിക്കുമ്പോൾ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ 6 കുതിരയേക്കാൾ കരുത്ത് തൻ്റെ ദാസന്റെ മേൽ പകർന്ന് ആ രഥം അവിടെ എത്തുന്നതിന് മുൻപ് ഇവനെ അവിടെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് പ്രസാദമായെന്ന് ദൈവം ചില വഴികൾ തുറക്കാൻ
തുറക്കാൻ പോകുക. ദൈവം നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുക. ദൈവം ചില വഴിത്താരകൾ തുറന്നു തന്നാൽ നീ ചിലരെ പിന്നിലാക്കി മുൻപോട്ടോടും. അവൻ നമ്മിൽ വ്യാപരിപ്പിച്ചിരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കൽപ്പ സമയം ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്ക്. ഇരിക്കുന്നിടത്തിരുന്ന് കർത്താവിന്റെ ആത്മശക്തിയോടെ ആരാധിക്ക്. ചില കെട്ടുകളെ പൊട്ടിച്ച് കർത്താവ് നിന്നെ മുൻപോട്ട് കുതിപ്പിക്കാൻ പോകുക. ചില പേപ്പറിനകത്ത് അധികാരികളുടെ ഒപ്പല്ല, ഉടയവന്റെ കയ്യൊപ്പ് വീഴാൻ പോകുക. യെസ്, വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനാ വിഷയങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജോലിയുടെ കാര്യത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ആത്മിക ശുശ്രൂഷയുടെ കാര്യത്തിൽ, നാട്ടിലുള്ള ചില ഉത്തരവാദിത്വങ്ങളുടെ കാര്യത്തിൽ, വിദേശത്തുള്ള ചില ഉത്തരവാദിത്വങ്ങളുടെ കാര്യത്തിൽ അവിടുത്തെ നേതാക്കന്മാരുടെ ഒപ്പല്ല, ഉടയവന്റെ ഒപ്പ് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവർ പിന്നിലാകും. നീ മുൻപോട്ട് യാത്ര ചെയ്യാനിടയാകും. നിന്നെ പാക്ക് ചെയ്ത് പുറത്താക്കുമെന്ന്, നിന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കുമെന്നൊക്കെ വാതുകെട്ടിയവന്റെ മുൻപിലൂടെ ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുകയാ. ചില പോരുകളെ കർത്താവ് മാറ്റുകയാ. ചില അന്ധകാര ശക്തികളെ കർത്താവ് അടിച്ചു മാറ്റുകയാ. നമുക്കെതിരെയുള്ള ചില പോരാട്ടങ്ങളെ കർത്താവ് നീക്കുകയോ. ഹല്ലേലൂയ. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. വിവരണമില്ലാതൊരു 4 കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ആദ്യത്തെ ദിവസം യോഗം ഒത്തിരി വൈകിയെങ്കിൽ അടുത്ത ദിവസത്തെ അത് ബാധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് അല്പസമയം കൂടെ പോകാമെന്നാണ് ദൈവദാസൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 4 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മൾ വ്യാപരിപ്പിക്കുന്ന വ്യാപാര ശക്തി. ഈ ചെറുപ്പക്കാരെ ഒത്തിരി പേരെ കാണുമ്പോൾ വിഷയത്തിന് വിശാലത വരികയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ഈ ലേഖനങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു 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 പ്രത്യേകത അതാണ്. ഓക്കെ, അതൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നില്ല, അത് ആവശ്യമായ സംഗതിയാണ്. നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി, നമ്മൾ വ്യാപരിക്കാത്ത ചില ശക്തിയുണ്ട്. വ്യാപരിക്കരുത് എന്നുള്ളത് കൊണ്ട് ചെറുത്ത് നിൽക്കേണ്ട ചില ശക്തിയുണ്ട്, ചേർന്ന് നിൽക്കേണ്ട ചില ശക്തിയുണ്ട്. വ്യാപാരം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ വെച്ചാൽ? എന്താ ഈ വ്യാപാരം? വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ആ വ്യാപാരമാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല. കൊട്ടാരക്കരയിലൊക്കെ ഉണ്ടല്ലോ, പത്തനാപുരത്തുമൊക്കെ ഉണ്ട് വ്യാപാരി വ്യവസായി. എറണാകുളത്തില്ലേ വ്യാപാരി വ്യവസായി? പിന്നെ ഉണ്ട്. അവരാണല്ലോ കാര്യം നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ വിലയല്ല നാളത്തെ വില, നാളത്തെ വിലയല്ല മറ്റന്നാളത്തെ വില, അവന് തീരുമാനിക്കും. വ്യാപാരി വ്യവസായി ഏകോപനം. അപ്പോൾ ഇവിടെ വ്യാപരിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടല്ല. മലയാളത്തിൽ വ്യാപരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനർജിയോ എന്നൊരു ഗ്രീക്ക് വേർഡിൻ്റെ ലിപിയന്തരണമാണത്. എനർജിയോ എന്ന് പറഞ്ഞാൽ ചാർജിങ്, അതാണ്. അപ്പോൾ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ചാർജ് ചെയ്യുക. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഇടാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുക ചാർജ് വന്ന് കയറുന്നത് അല്ലേ. അത് ഫില്ലാകുമ്പോൾ ബാറ്ററി ഫുൾ എന്നെഴുതി കാണിക്കും. അപ്പം നമ്മളതങ്ങ് മാറ്റുകയാണ്, അത് ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മിലേക്ക് ചാർജ് ചെയ്യുന്ന ചില സംഗതികളുണ്ട്. അതിൽ അരുതരുതാത്ത ചാർജ് വന്ന് കയറാൻ പാടില്ല. നമ്മിലേക്ക് വ്യാപരിക്കേണ്ട ചില ചാർജുകളുണ്ട്, അത് മാത്രമേ വ്യാപരിക്കാവൂ. ചേർത്ത് നിൽക്കേണ്ട കുറേ ചാർജുകളുണ്ട്, ചേർത്ത് നിർത്തേണ്ട കുറേ ചാർജുകളുമുണ്ട്. വാചകം മനസ്സിലാകുന്നുണ്ടോ? ഓൺലൈനായതുകൊണ്ട് ശബ്ദം ക്ലിയർ ആണോ? ചേർത്ത് നിൽക്കേണ്ട ചില ചാർജുകളുണ്ട്, ചേർത്ത് നിർത്തേണ്ട ചില ചാർജുകളുണ്ട്. ചേർത്ത് നിൽക്കേണ്ട ചാർജ് ഏതാണെന്നറിയാമോ? റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം. വേഗം വായിച്ച്. റോമാലേഖനം 7-ാം അധ്യായം 5-ാമത് വാക്യം. റോമാലേഖനം 7-ാം അധ്യായം എന്ന് പറഞ്ഞാൽ പാപ പഠനമാണ്, പാപത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഹമാറ്റിയോളജിയുടെ ശക്തമായ ഒരു സിലബസാണ് റോമാലേഖനം 7-ാം അധ്യായം. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ജീവിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുരഹിത കാലത്ത്, അധമകാലത്ത്, അന്ധകാരകാലത്ത്, കണ്ടോ, അന്ധവിശ്വാസങ്ങളുടെ കാലത്ത്, അതാണ് ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞു. ജഡത്തിന്റെ വികാരങ്ങളുടെ മുമ്പിൽ അടിപതറിപ്പോയ ഒരു കാലത്ത് പാപവ്യാപാരം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. പാപം എവിടെ വ്യാപരിച്ചു എന്നാ ഒന്നുകൂടെ വായിച്ചു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു. അപ്പൊ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. അത് ഏതാണ്? കമോൺ, ഏതാണത്?
പാപവ്യാപാരമാണ്. പാപവ്യാപാരം നമ്മുടെ അവയവങ്ങളിലാണ് വ്യാപരിക്കുന്നത്. കണ്ണിലൂടെ വ്യാപരിക്കുന്നു, കാതിലൂടെ വ്യാപരിക്കുന്നു, ഇന്ദ്രിയ വ്യവസ്ഥിതികളിലൂടെ വ്യാപരിക്കുന്നു, മനസ്സിലൂടെ, മനസ്സാക്ഷിയിലൂടെ വ്യാപരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും പാപം വ്യാപരിക്കുന്നു. പാപം വ്യാപരിക്കുന്നു എന്ന് 7-ാം അധ്യായം 5-ാം വാക്യം പറഞ്ഞിട്ട് 7-ന്റെ 20-ാം വാക്യം നോക്കിക്കേ. പാപം നമ്മിൽ അധിവസിക്കുന്നു എന്ന് പറയുന്നു. പാപത്തിൻ്റെ അധിവാസം. 20-ാം വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. എന്നിൽ വസിക്കുന്ന പാപം. അപ്പൊ പാപം ഇപ്പൊ എവിടെ വസിക്കുന്നു ആന്റി? എവിടെ വസിക്കുന്നു? എന്നിൽ വസിക്കുന്നു, നമ്മിൽ വസിക്കുന്നു. ഇവിടെ ഞാനൊരു തത്വം, ഇവിടെ ഒരു ചിന്ത ഞാൻ പറയട്ടെ, അല്പം വിശാലമായൊരു ചിന്ത പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കണമെന്നില്ല. അവിടെ യഹോവയായ ദൈവം കയ്യനോട് പറയുന്നത്, നീ നന്മ ചെയ്താൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാവുമല്ലോ, നീ തിന്മയല്ലേ ചെയ്തത്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഓൺലൈൻ ശ്രദ്ധിക്കുന്നുണ്ടോ? പാപം നിന്റെ എവിടെ കിടക്കുന്നു? വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. അപ്പൊ കയ്യിൻ്റെ കാലത്ത് പാപം എവിടെ കിടന്നേ? വാതിക്കല. റോമാലേഖനത്തിൽ പൗലോസിന് കിട്ടുന്ന കാഴ്ചപ്പാട് പാപം വാതിക്കലല്ല, എന്നിൽ വസിക്കുകയാണ് പാപം. വാതിക്കൽ കിടന്നത് ഇപ്പോൾ എവിടെ വന്നു? നമ്മിൽ അധിവസിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ അധിവസിക്കുകയാണ്, നമ്മുടെ അവയവങ്ങളിൽ വാഴുകയാണ് പാപം. അപ്പൊ പാപവ്യാപാരം നമ്മുടെ അവയവങ്ങളിൽ വാഴുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊരു വാക്യം കേട്ടിട്ടുണ്ടോ? അവരുടെ കൈകൾ രക്തം കൊണ്ടും അവരുടെ വിരലുകൾ മലിനമായി, അകർത്തിം കൊണ്ടും മലിനമായിരിക്കുന്നു. അവരുടെ കൈകൾ രക്തം കൊണ്ട് അശുദ്ധമായിരിക്കുന്നു, അവരുടെ വിരലുകൾ അകർത്തിം കൊണ്ട് മലിനപ്പെട്ടിരിക്കുന്നു. വിരലുകൾ അകർത്തിം കൊണ്ട് മലിനപ്പെട്ടിരിക്കുന്നു. വിരലുകൾ അകർത്തിം കൊണ്ട് മലിനപ്പെടുന്നു എന്നൊക്കെ പ്രവാചകൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു വെച്ചാണെന്നറിയാം. വിരലുകൾ എങ്ങനെ മലിനപ്പെടുന്നു? അരുതരുതാത്തത് ഡയൽ ചെയ്യുകയും അരുതരുതാത്തത് എഴുതുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ വിരലുകൾ എന്തോ ചെയ്യും? മലിനപ്പെടും. ഈ ടച്ച് സ്ക്രീനും കീപാഡും ഒന്നും ഇല്ലാതിരുന്നൊരു പുരാതന കാലത്ത് ദൈവദാസൻ എഴുതി വെച്ചൊരു വചനമാണ്, അവരുടെ വിരലുകൾ എന്തോ ചെയ്യുന്നു? മലിനപ്പെടുന്നു. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം, യൂത്ത്സൊക്കെ ശ്രദ്ധിച്ചോണം. നേരത്തെ കീപാഡായിരുന്നു ഫോണിന്, ഇപ്പോൾ കീപാഡില്ല, എല്ലാം ടച്ച് സ്ക്രീനാണ്. വിരലാണ് വേണ്ടുന്നത്, വിരൽ കൊണ്ടാണ് അല്ലേ? ഈ വിരൽ എന്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു നോക്കിക്കേ. 10-ാമത്തെ പാട്ടിൽ നിന്ന് സിയോൻ ഗീതാവിൽ 110-ാമത്തെ പാട്ടിലേക്ക് മാറണമെങ്കിൽ എന്തോ ഉപയോഗിച്ചേ പറ്റുള്ളൂ? വിരൽ ഉപയോഗിച്ചേ പറ്റൂ. വിരൽ കൊണ്ടാണ് മാറ്റും, സ്പൂൺ കൊണ്ടാണ് മാറ്റുന്നത് അല്ലല്ല. 1-ാം സങ്കീർത്തനത്തിൽ നിന്ന് 10-ാം സങ്കീർത്തനത്തിലേക്ക് പോകണമെങ്കിൽ എന്തോ വേണം മോനെ? വിരൽ വേണം. വിരൽ കൊണ്ടാണ് മാറ്റുന്നത്, വിരൽ കൊണ്ടാണ് നമ്മളിങ്ങനെ മറിക്കുന്നത് അല്ലേ? പാടുന്ന പാട്ടിന് താളം അടിക്കുന്നത് എന്തുകൊണ്ടാണ്? വിരലുകളാണ്. വലിച്ചു കെട്ടിയ കമ്പിയിൽ തട്ടുന്നത് വിരൽ കൊണ്ടാണ്. കീബോർഡിൻ്റെ കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ ഓടുന്നത് വിരലുകളാണ്. കണ്ടില്ലേ? മമ്മി ഉണ്ടാക്കി തന്ന നല്ല ചോറും നല്ല കറിയും കൂട്ടി ഇളക്കുന്നത് എന്തുകൊണ്ടാണ്? വിരലുകൊണ്ടാണ്. വാരി വെക്കുന്നത് എന്തുകൊണ്ടാണ്? വിരലുകൊണ്ടാണ്. പാസ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പാസങ്ങളെ എന്ന് പറഞ്ഞ് കൈകൾ രണ്ടും കൂടെ കൂക്കുമ്പോൾ വിരലുകളാണ് നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ വിരലിൻ്റെ ഒരു സംഗതി നോക്കിക്കേ, ഭയങ്കരമാണ്. ഈ വിരലിട്ട വാട്സപ്പിൽ തോണ്ടുന്നത് മനസ്സിലാകുന്നുണ്ടോ? വേദോത്സവത്തിനും പാട്ടുത്സവത്തിലും ഇട്ട് തോണ്ടുന്ന അതേ വിരൽ തന്നെയാണ് എവിടെ ഇട്ട് തോണ്ടുന്നത്? ഇത് യെശയ്യാവ് പണ്ടേ കണ്ടു. 2022 പിള്ളേരും മാതാപിതാക്കളും എല്ലാവരും, ദൈവസഭ അടക്കം എല്ലാവരും വിരൽ കൊണ്ട് സ്വോത്രം പറയുകയും വിരൽ കൊണ്ട് കൈത്താളം അടിക്കുകയും ഒക്കെ ചെയ്യുകയും മാറിയിരുന്നിട്ട് പിന്നെ തോണ്ടാണ് വിരൽ കൊണ്ട്. അപ്പോൾ പ്രവാചകൻ കണ്ടിട്ട് പറയുകയാണ്, അവൻ്റെ വിരലുകൾ മലിനപ്പെട്ടിരിക്കുന്നു. അറിയാമോ ഈ വാക്യം എവിടെ അങ്ങനെ ഒരു വാക്യം? എന്തൊരു മൗനം! കൊട്ടാരക്കര മൊത്തം അങ്ങ് മൗനമായും ഒരു വാക്യം ചോദിച്ചപ്പോഴത്തേക്ക്. 59-ാം അധ്യായം 3-ാം വാക്യമാണ് യെശയ്യാപ്രവചനം 59-ന്റെ 3-ാമത് വാക്യം. വായിപ്പിക്കാൻ നേരമില്ല, ഓർത്തുകൊള്ളണം ആ വാക്യം. അപ്പൊ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗം. നാക്കുകൊണ്ട് അരുതരുതാത്തത് പറഞ്ഞാൽ പാപം നാവിലൂടെയാണ് പ്രവേശം. കണ്ണുകൊണ്ട് അരുതരുതാത്തത് കാണാൻ, ചിലപ്പോൾ അരുതരുതാത്തത് കണ്ടെന്നിരിക്കുക. അപ്പൊ കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കണം. തിരികെ വിളിക്കാതെ അരുതരുതാത്ത കാഴ്ചപ്പാടിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അരുതരുതാത്തതാണ് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ്, നമ്മുടെ വിശുദ്ധിയെ തകിടം മറിക്കുന്ന കാഴ്ചയാണെങ്കിൽ മടങ്ങിപ്പോരണം അവിടുന്ന്. തുറന്നു കിടന്ന കിളിവാതിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച ദാവീദിനെ തകിടം മറിച്ചു. ദാവീദിൻ്റെ ആകെയുള്ള ആത്മീയത, സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ദാവീദിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, തുറന്നു കിടന്ന കിളിവാതിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച. യാദൃച്ഛികമായി കണ്ടതാ, തിരികെ മാറണമായിരുന്നു, പക്ഷേ കണ്ണവിടെ ഉടക്കി. അതിൻ്റെ ശേഷമാണ് എല്ലാവിധമായ ദോഷങ്ങളും സംഭവിച്ചത്. അപ്പം കണ്ണിലൂടെ, കാതിലൂടെ, നാവിലൂടെ, ഇന്ദ്രിയ വ്യവസ്ഥിതികളിലൂടെ, കൈവിരലുകളിലൂടെ കാലുകൾ ദുർമാർഗത്തിന് ഓടരുത്. അങ്ങനെ ശരീരത്തെ ആസകലം അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ കാക്കാൻ നമുക്ക് കഴിയണം. പാപത്തോട് ചെറുത്ത് നിൽക്കണം. അപ്പം പാപവ്യാപാരത്തോട് നമ്മൾ അകന്നു നിൽക്കുകയും പരിശുദ്ധാത്മ വ്യാപാരത്തെ ചേർത്ത് നിർത്തുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 1:19 വായിച്ച്. എഫെസ്യ ലേഖനം. അപ്പം റോമർ 7-ന്റെ
5 പറയുന്നത് പാപവ്യാപാരം, അതിനോട് ചെറുത്ത് നിൽക്കണം. എഫെസ്യ ലേഖനം 1:19 വായിക്കേണ്ട വാക്യം ആണത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ വ്യാപരിക്കുന്ന ഒരു കാര്യം, വ്യാപാരത്തോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മ വ്യാപാരത്തോട് അകന്ന് നിൽക്കണം. ഏത് വ്യാപാരത്തോട്? പാപവ്യാപാരം. അപ്പൊ 2 വ്യാപാരങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി, മനസ്സിലായോ? ഒന്ന് ഏതാ? പാപവ്യാപാരം, അതിനോട് എന്തോ ചെയ്യണം? ചെറുത്ത് നിൽക്കണം. പരിശുദ്ധാത്മ വ്യാപാരം, അതിനോട് എന്തോ ചെയ്യണം? ചേർന്ന് നിൽക്കണം. അത് നമ്മിൽ വ്യാപരിക്കാനിടയാകണം. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തകൾ ഞാൻ ഇങ്ങനെ പറയാം. 4 വാക്യങ്ങൾ കുറിച്ചു. 4 വാക്യങ്ങൾ എന്നെങ്കിലും ഒരിക്കലും അതിനെക്കുറിച്ച് പ്രസംഗിക്കാം. 4 പ്രസംഗക്കുറിപ്പ് 4 തന്നിട്ട് പോവുക. ഒരു പ്രസംഗത്തിൻ്റെ 4 പ്രധാന ചിന്തകൾ. ഒന്ന്, നമ്മൾ വ്യാപരിക്കേണ്ട വ്യാപാര ശക്തി എന്ന് പറയുന്നത് ദ എക്സലൻസി പവറാണ്. ദ എക്സലൻസി പവർ. 2 കൊരിന്ത്യർ ലേഖനം 4:7 വാക്യം. നമ്മിൽ വ്യാപരിക്കണം ദ എക്സലൻസി പവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പരിജ്ഞാനത്തിൽ ജീവിക്കുവാനുള്ള ശക്തിയാണത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ഇവിടെ അത്യന്ത ശക്തി എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന കയ്യെഴുത്തു പ്രതിയിൽ ഓൾഡ് മാനുസ്ക്രിപ്റ്റിൽ അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന ദ എക്സലൻസി പവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ദൈവശക്തി, ക്രിസ്തു പരിജ്ഞാനത്തിൽ ജീവിക്കാനുള്ള ശക്തിയുടെ സവിശേഷതയാണ്. എവിടെ ജീവിച്ചാലും ക്രിസ്തു ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റണം. അതിന് നമ്മിൽ വേണ്ടുന്ന ശക്തി ഏതാ? ദ എക്സലൻസി പവറാണ്. എക്സലൻസി, അതാണ് അത്യന്ത ശക്തി എന്ന് പറയുന്നത്. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് താളമുള്ള പാട്ട് കിട്ടുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കാറുണ്ട്. അത് മാത്രം പോരാ. ആ വ്യാപാരമൊക്കെ കഴിഞ്ഞ്, ആരാധനയൊക്കെ കഴിഞ്ഞ് പോകുന്ന പോക്കിൽ നമ്മുടെ പ്രതികരണവും നമ്മുടെ ഇടപാടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെപ്പാടെ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അയ്യോ, അല്പം മുമ്പ് ആരാധിച്ച പുള്ളിയാണോ ഇങ്ങനെ സംസാരിക്കാൻ തോന്നിപ്പോകും. കാരണം എന്താ? ആരാധിക്കാനൊരു ശക്തി നമ്മളിലുണ്ട്, പക്ഷേ എക്സലൻസി പവർ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. എക്സലൻസി പവർ കിട്ടിയ ഒരാൾ ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും പൊറുക്കാനും താങ്ങാനും കരുതാനും, കണ്ടോ, മറ്റുള്ളവൻ്റെ കൂട്ടിരിപ്പുകാരനാകും, മറ്റുള്ളവനെ വാരിക്കൊടുക്കാൻ, മറ്റുള്ളവനെ ഉടുപ്പിക്കാൻ, ക്രിസ്തു എന്ത് ചെയ്തു അതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പരിജ്ഞാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ദ എക്സലൻസി പവർ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എക്സലൻസി പവർ? പാട്ടിൻ്റെ താളത്തിനൊത്ത് തുള്ളാൻ മാത്രമല്ല, എക്സലൻസി പവറായി ജീവിക്കാൻ പറ്റുക. ഇവനിൽ കപടമില്ല എന്ന് പറയത്തക്ക നിലയിൽ ക്രിസ്തുവിനെ പോലൊരുവൻ. എക്സലൻസി പവർ കാര്യമായിട്ട് അങ്ങോട്ട് നമ്മിൽ അങ്ങോട്ട് വ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും, നമ്മുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാരെല്ലാവരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർ യു ജീസസ്? ആർ യു ജീസസ്? നിങ്ങളാണോ യേശു? നിങ്ങളുടെ സഹനം, നിങ്ങളുടെ ത്യാഗം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ദയ, നിങ്ങളുടെ കരുണ, നിങ്ങളുടെ ദീർഘക്ഷമ, ഞാൻ എത്ര ഭാരപണിതു എന്നിട്ട് എന്നോട് ഒരു ദോഷവുമില്ലാതെ എന്നെ സ്നേഹിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങൾ ഇവർക്ക് വേണ്ടി ക്ഷമിക്കണമേ എന്ന് അഭയാചന കഴിച്ച ക്രിസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ കാണുന്നു. എനിക്കൊരു സംശയം തീർത്തോട്ടെ, ആർ യു ജീസസ് എന്ന് നമ്മളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്തോ വേണം? ദ എക്സലൻസി പവർ വേണം. അപ്പം നമ്മൾ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം അതിലൊന്നാണേത് എക്സലൻസി പവർ. രണ്ടാമത്തേത് ദ പവർ എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദ പവർ. അതെവിടെയാണ്? അപ്പോസ്തലപ്രവൃത്തി 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ദ പവർ എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ക്രിസ്തു പരിജ്ഞാനത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തോ വേണം? ദ എക്സലൻസി പവർ വേണം. പക്ഷേ സുവിശേഷീകരണത്തിന് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കണമെങ്കിൽ ഏത് ശക്തി വേണം? ദ പവർ വേണം. സുവിശേഷീകരണത്തിന് വേണ്ടുന്നതാണ് ദ പവർ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ മോനെ? ആദ്യം ഞാൻ പറഞ്ഞത് ദ എക്സലൻസി പവർ, അതെന്തിനു വേണ്ടിയുള്ളതാണ്? ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ളതാണ്, യേശുവിനെ പോലെ ജീവിക്കാനുള്ളതാണ്. പക്ഷേ സുവിശേഷം അറിയിക്കാൻ ഏത് മലമടക്കിലും ഇടവഴിയിലും പെരുവഴിയിലും പട്ടണപ്രാന്തങ്ങളിലും മുക്കവലകളിലും നാൽക്കവലകളിലും ഏത് വ്യക്തിയോടും അറിഞ്ഞ സുവിശേഷത്തിൻ്റെ സത്യത്തെ പ്രഘോഷിക്കാൻ എന്തോ വേണം? ദ പവർ വേണം. ദ പവർ. ഓക്കെ. മൂന്നാമത് വേറൊന്നും തരാം, ദ മൈറ്റി പവർ. ദ മൈറ്റി പവർ. അത് എഫെസ്യ ലേഖനം 6 അതിൻ്റെ 10 വാക്യം. ഓൺലൈനിൽ കിട്ടുന്നുണ്ടോ വാക്യം? എഫെസ്യ ലേഖനം 6:10 വാക്യം. അവിടെ പറയുന്നത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 6:10 വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അമിത ബലത്തിൽ. ആ അമിത ബലത്തിനാണ് ദ മൈറ്റി പവർ എന്ന് പറയുന്നത്. അതെന്തിനാണെന്നറിയാമോ? പോരാട്ട ജീവിതത്തിനാണ്. ക്രിസ്തു ജീവിതം പോരാട്ട ജീവിതമാണ്. നാം യുദ്ധക്കളത്തിലാണ്. പോരാടണം പലതിനോടും, ചെറുത്തു നിൽക്കണം പലതിനോടും. ആ പോരാട്ടത്തിന് വേണ്ടുന്ന ശക്തിയാണ് ഏത്? അമിത ബലം അഥവാ ദ മൈറ്റി പവർ. അപ്പൊ കുറിവാക്യം മറന്നു പോകരുത്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. അപ്പൊ ബലത്തോടെ എക്സലൻസി പവർ വ്യാപരിച്ചാൽ നമ്മൾ ആരെ പോലെ ജീവിക്കും? കമോൺ, ആരെ പോലെ ജീവിക്കും? ക്രിസ്തുവിനെ പോലെ. ദ പവർ നമ്മിലേക്ക് വ്യാപരിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും?
സുവിശേഷ വേല ചെയ്യും. കണ്ടോ, ദ മൈറ്റി പവർ നമ്മിലേക്ക് വ്യാപരിച്ചാൽ നമ്മൾ സാത്താനോട് എന്തോ ചെയ്യും? പോരാടും. ആരെയും വാടകയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല ഭത്സിക്കാൻ. നമ്മിൽ മൈറ്റി പവർ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങ്, എടുക്കുന്നതിൻ്റെ തന്ത്രം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ശാസിക്കാൻ കഴിയുന്ന ഒരാത്മിക വീര്യത്തിലേക്ക് നമ്മൾ വരും. അതിനെന്തോ വേണം? ദ മൈറ്റി പവർ. ഏറ്റവും ഒടുവിൽ ഒരെണ്ണം കൂടെ പറയാം, നാലാമത്തേത് ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റവും ഒടുവിൽ മരണക്കുഴിയിൽ നമ്മെ ഉയർപ്പിക്കുന്ന ശക്തി അതാണ്. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ. അതാണ് എഫേസ്യ ലേഖനം 1:19. എഫേസ്യ ലേഖനം 1:19. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ ശക്തിയാണ് നമ്മളെ മരണക്കുഴിയിൽ നിന്ന് ഉയർപ്പിക്കാൻ ഇടയാകുന്നത്. നമ്മൾ ഉയർത്തു വരും. മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റത് പോലെ നമ്മൾ ഉയർത്തു വരും. ആ ശക്തിയുടെ വല്ലഭത്വം. 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി കുറിവാക്യത്തിലേക്ക് നോക്കിക്കേ. എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം. ഈ 7 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്തരമായ ചിന്തകളും ആരാധനയുടെ സവിശേഷമായിരിക്കുന്ന അനുഭവങ്ങളും ദൈവം നമുക്ക് പകർന്നു തരുമ്പോൾ ഈ 4 തരത്തിലുള്ളതായിരിക്കുന്ന ദൈവശക്തിയുടെ വല്ലഭത്വം ഏറ്റെടുക്കണം. എക്സലൻസി പവർ ക്രിസ്തുവിനെ പോലെ പാർത്തലത്തിൽ ജീവിക്കാനാണ്. ദ പവർ സുവിശേഷ ഘോഷണത്തിൽ ജയാളിയായി മുന്നേറാനാണ്. ദ മൈറ്റി പവർ പോരാട്ട വീര്യമുള്ളവരായി ജീവിക്കാനാണ്. ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ നമ്മുടെ ഭൗതിക ശരീരത്തെ മരണാനന്തരം മണ്ണിൽ നിന്ന് ഉയർപ്പിച്ച് നിത്യതയിലേക്ക് നമ്മെ നടത്തുന്ന ശക്തിയാണ്. അത്ഭുതങ്ങൾ